ജലം കൊടുക്കണം. എന്താ, കഴിഞ്ഞ ജന്മത്തിൽ തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല ആർക്കൊക്കെയോ. ഇപ്പം നല്ല സമയമല്ലേ ഈ ചൂട് കാലത്ത്, ഇതുപോലെ സപ്താഹമൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല ജലമൊക്കെ വിതരണം ചെയ്യുക, പൊതുജനങ്ങൾക്കായിട്ട് കിണർ കുഴിക്കുക, ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പണ്ട് കാലത്ത് പറയും പനി വന്നാൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ. അപ്പം ഇതെന്തുകൊണ്ടാണ്? ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. അപ്പോൾ ഓരോ ജന്മത്തിലും നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് എഴുതിയിട്ട് അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് ക്യാരി ഓവർ ചെയ്തെഴുതും, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യപ്പെടും? അടുത്ത ജന്മത്തിലേക്ക്. എന്തെല്ലാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? നല്ലതും ചീത്തയും. വേറെ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ലോകത്തില് മനുഷ്യന് ഏറ്റവും ഭയപ്പാടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മരണമാണ്. ലോകത്തിലെല്ലാ നീതിന്യായ വ്യവസ്ഥയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന മരണത്തെയാണ്. മരണശിക്ഷയല്ലേ ഏറ്റവും വലിയ ശിക്ഷ. ആചാര്യന്മാർ പറയും നമ്മളുടെ നിദ്ര എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു മരണമാണ്. എന്നാൽ മരണം എന്ന് പറയുന്നതോ ശാശ്വതമായിട്ടുള്ള നിദ്ര. ഇത്രേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഈ മരണം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഭയമാണ്. ഈ മരണത്തിനെ നമ്മളൊരു തീർത്ഥയാത്രയോടുകൂടി ഉപമിച്ചാൽ എങ്ങനെ ഇരിക്കും? തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോവോ? നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഇതുപോലെ തന്നെയാണ് മരണം എന്ന് പറയുകയാണ്. മരണം വരുമ്പോൾ എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, അല്ലേ? അവിടെ ചോയ്സും ഇല്ല. ആകെ എന്താണ്, നമ്മൾ ചെയ്ത സത്കർമ്മങ്ങളും കുരുത്തക്കേടും ഇതെല്ലാം നമ്മുടെ കൂടെ വരും. വേണ്ടാന്ന് വെച്ചാലും വരും, യാതൊരു സംശയവും ഇല്ല. എന്നിട്ട് നമ്മുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ യാത്രയും താമസവും ഒക്കെ. അപ്പം നമ്മുടെ കയ്യിൽ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ പോകാം, അല്ലെങ്കിലോ ട്രെയിനിൽ പോകാം, ബസ്സിൽ പോകാം, ഓട്ടോയിൽ പോകാം, നടന്നു പോകാം. ഇതുപോലെ തന്നെ യമദേവൻ വരുമ്പം നോക്കും കയ്യിൽ എത്രയുണ്ട് പുണ്യം. നിറയെ പുണ്യം ഉണ്ടെങ്കിൽ നല്ല ലോകങ്ങളിലൊക്കെ കൊണ്ടുപോയിടും, കാര്യങ്ങളൊക്കെ സുഖാവും. കുരുത്തക്കേടാണുള്ളതെങ്കിലോ അതുപോലെയുള്ള ലോകങ്ങളിലേക്ക് കൊണ്ടുപോകും, യാത്രയും ദുർഘടാകും. പിടികിട്ടിയോ? അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണനോട് അർജുനൻ ഭഗവത്ഗീതയിൽ ചോദിക്കുന്നുണ്ട്, അല്ല ഭഗവാനെ, ഈ പല ജന്മങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഈ ജന്മങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ജന്മത്തിൽ ഞാൻ ചെയ്തതെല്ലാം ഇവിടം കൊണ്ട് തീരുവോ? അടുത്ത ജന്മത്തിൽ ഒന്നേ തൊട്ട് തുടങ്ങണോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, അതൊന്നും വേണ്ട അർജുന, ഈ ജന്മത്തിൽ നീ സത്കർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത ജന്മത്തിൽ വീണ്ടും സത്കർമ്മങ്ങളും ഈശ്വര ആരാധനയും ക്ഷേത്ര ദർശനവും ഒക്കെ നടത്താൻ സാഹചര്യമുള്ള ഒരു ഗൃഹത്തിലെ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ പോയി സ്ഥാനം പിടിക്കും. അതല്ലെങ്കിലോ ഈശ്വരനെ നിന്ദിച്ചുകൊണ്ട് കൊടിയും പിടിച്ചുകൊണ്ട് നടക്കും, അല്ലേ? അത് അവർക്കും എന്ത് വേണം? കുറേ കാലം കഴിയുമ്പോൾ ഈ റൂട്ടിലൂടെ വരാതെ പറ്റില്ല. കാരണം എന്താ, ഈശ്വരനിൽ നിന്നല്ലേ നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത്, തിരിച്ച് അങ്ങോട്ട് എത്തണം. ഈശ്വരിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നല്ല പരിശുദ്ധമായാലേ അവിടെ സ്വീകരിക്കത്തുള്ളൂ, അല്ലേ? അപ്പൊ എന്ത് വേണം? ഇന്ന് നമ്മളെ കളിയാക്കുന്നവരുണ്ടല്ലേ, എപ്പം നോക്കിയാലും അമ്പലം വിഴുങ്ങി അമ്പലം നിരങ്ങി എന്നൊക്കെ പറയുന്നവര്, ഇവരെല്ലാം ഒരു 4-5 ജന്മം കഴിഞ്ഞ്, അല്ലെ ഒരു 10 ജന്മമൊക്കെ കഴിഞ്ഞ് ഇതുപോലെ സപ്താഹത്തിനൊക്കെ വന്നിരിക്കും. എന്നിട്ട് പരിശുദ്ധരായി മനസ്സ് ശുദ്ധിയായിട്ടേ ഈശ്വരിലേക്ക് വരാൻ പറ്റൂ. നമ്മൾ അഹങ്കരിക്കണ്ട, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മൾ അതുകൊണ്ട് എന്ത് വേണം? ഇടം വലം തിരിഞ്ഞു നോക്കാതെ വെച്ചു പിടിച്ചു പോണം, അല്ലേ? നമുക്ക് കൃത്യമായിട്ട് റൂട്ട് കിട്ടിയില്ലേ? ഈ ജീവിതയാത്രയിൽ കഴിഞ്ഞ കുറേ ജന്മങ്ങളുണ്ട്, കുറേ ഭർത്താക്കന്മാരും ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് ഭർത്താവിനെയും ഭാര്യയാ നോക്കണത്? നമ്മുടെ വഴി റൂട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങ് പോയേക്ക്, ഡബിൾ ബെല്ലടിച്ച് വിടുക വണ്ടി എന്ന് പറയുന്നത് പോലെ നമ്മൾ അങ്ങ് പോകുക. അപ്പോൾ എത്ര മാത്രം പൂർവജന്മ സുഹൃതം ഉള്ളത് കൊണ്ടാണ് ഭാഗവതം കേൾക്കാനും ഒരു ക്ഷേത്രത്തിൽ കാല് വയ്ക്കാനും രാമ എന്നുള്ള നാമം ജപിക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഈ ഋഷിമാരെന്താണ്, നിരന്തരമായി ഓരോ ജന്മങ്ങളിലൂടെ ആർജിച്ച തപശക്തി മൂലമാണ് അവർക്ക് ഇവയെല്ലാം എഴുതാൻ സാധിക്കുന്നത്, നമുക്കായിട്ട് സമ്മാനിക്കാൻ സാധിക്കുന്നത്, അല്ലേ? എത്ര പുരാണങ്ങളെയാണ് വേദവ്യാസ മഹർഷി ക്രോഡീകരിച്ചത്.
പക്ഷെ ഇവിടെ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ ഗുരു, ഇപ്പൊ വേദവ്യാസ മഹർഷി അല്ലെങ്കിൽ വാൽമീകി മഹർഷി എന്നൊക്കെ പറയുന്നത് പരമഗുരുക്കന്മാരാണല്ലേ. ഇവർക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മഹാഭാരതവും വേദങ്ങളെ എല്ലാം കാറ്റഗറൈസും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ആ ബദരിയില് മാനായില് ഗുഹയിൽ പോയി വിഷമിച്ചിരുന്നത്. എനിക്ക് മനസ്സിനൊരു സുഖവും കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് അല്ല. വേദവ്യാസ മഹർഷി അങ്ങനെയല്ലേ ഇരുന്നേ. വാൽമീകി മഹർഷിയോ ആ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വേടൻ അമ്പ ചെയ്തപ്പോ മാനിഷാദ എന്നൊക്കെ പറഞ്ഞിട്ട് ദുഃഖിച്ച് ഗുഹയിൽ വന്നിരുന്നു. അപ്പൊ എല്ലാം ദുഃഖത്തിൽ നിന്നൊക്കെ, സങ്കടത്തിൽ നിന്നൊക്കെയാണ് പലപ്പോഴും നല്ല കൃതികൾ ഉണ്ടായിരിക്കുന്നത്. ജയിലിൽ വെച്ചിട്ടാണ് ലോകപ്രശസ്തമായിട്ടുള്ള എല്ലാ ക്ലാസിക്കുകളും ഉണ്ടായിരിക്കുന്നതെന്ന് പറയാണ്. ജയിലിൽ കിടക്കുമ്പോഴാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്തണം. വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള കൃതികളൊക്കെ വരും. അപ്പൊ ഇവിടെ എന്താണ്, ഗുരു എങ്ങനെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുന്നിലെത്തും. നമുക്കൊക്കെ തോന്നും നമുക്കൊരു നല്ല ഗുരു ഉണ്ടായിരുന്നെങ്കിൽ, വഴി കാണിക്കാനുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലേ. പക്ഷെ ഈ ഗുരുവിനെ അന്വേഷിച്ച് എത്രയെന്ന് വെച്ചാണ് നമ്മൾ നടക്കുക അല്ലേ. അപ്പൊ ഇവിടെ പറയാണ്, ഗുരുവിനെ തപ്പി നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കൊന്നും വേണ്ട. അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഗുരുവിനെ ലഭിക്കാനുള്ള യോഗ്യത നമ്മൾ വളർത്തിയെടുത്താൽ മതി. അപ്പൊ എന്ത് വരും, ഗുരു തന്നെ നമ്മുടെ മുന്നിൽ, ഹി വിൽ ബി ഫോഴ്സ് ടു കം എന്നുള്ള രീതിയിലാവും. അദ്ദേഹത്തിന് നമ്മുടെ മുന്നിൽ വരാതെ നിവൃത്തിയില്ല. അത് തന്നെയല്ലേ വ്യാസഭഗവാന്റെ കാര്യത്തിൽ സംഭവിച്ചത്. വ്യാസഭഗവാന്റെ മുന്നിലേക്ക് നാരദ മഹർഷി എത്തിച്ചേരുകയാണ് ചെയ്തത്. വാൽമീകി മഹർഷിയുടെ മുന്നിലേക്കോ നാരദ മഹർഷിയും ബ്രഹ്മാവും എല്ലാം വന്ന് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പൊ നമ്മളും എന്ത് ചെയ്താൽ മതി, ഗുരുവിനെ ലഭിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കിയെടുത്താൽ ആ ഗുരു നമ്മുടെ മുന്നിലെത്തും. പക്ഷെ ആ ഗുരു എങ്ങനെയുള്ളവനായിരിക്കും? ഗുരു എന്നാൽ സർവജ്ഞൻ. സർവജ്ഞൻ എന്ന് പറഞ്ഞാലോ, നമ്മളൊക്കെ ആരാ? അല്പജ്ഞൻ അല്ലേ. നമുക്ക് അജ്ഞനൊന്നുമല്ല, അജ്ഞരൊന്നുമല്ല, നമുക്ക് അല്പം അറിയാം എല്ലാവർക്കും. പക്ഷേ സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാം അറിയാവുന്നവനായിരിക്കും സർവജ്ഞൻ. നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറെ കാലം മുമ്പ് വരെ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതായത് ചട്ടമ്പി സ്വാമി തിരുവടികളോട് ഒരിക്കൽ കുറേ ആളുകൾ ചോദിച്ചു, അല്ല തിരുവടികളെ നമുക്ക് ചെറിയ ആശ്രമമൊക്കെ ഉണ്ടാക്കി കുറച്ച് വിദ്യാലയങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ? അപ്പൊ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഈ കിളവനെ വെറുതെ വിട്, ഈ കിളവനെ വെറുതെ വിട്, ഇതാണ് മറുപടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ ഒന്ന് തുടങ്ങണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊക്കെ ഒരു 50 വർഷത്തിന് ശേഷം ഉണ്ടായിക്കോളും. പിന്നെ ഉണ്ടായില്ലേ അല്ലേ. വിദ്യാധിരാജ പോലെയുള്ള ചട്ടമ്പി സ്വാമി തിരുവടികളുടെ കീഴിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. വരാൻ പോകുന്നതും വന്നതും എല്ലാം അറിയാം സർവജ്ഞൻ. അവര് ക്രാന്തദർശികളായിരിക്കും. ഇന്ന് ചില കവികളെയൊക്കെ നമ്മൾ ക്രാന്തദർശി എന്ന് പറയും. തെറ്റായ പ്രയോഗമാണ്. ക്രാന്തദർശി എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപുള്ളത്, ഇന്ന്, നാളെയുള്ളത് എല്ലാം അറിയുന്നവനായിരിക്കും അല്ലേ. പക്ഷെ ഇങ്ങനെ ഒന്നും അല്ലെങ്കിലും ചിലർക്ക് ഭാവമുണ്ട് തനിക്കെല്ലാം അറിയാം അല്ലേ. ഒരിക്കൽ ഒരാള് ഒരു വേദിയിൽ പ്രഭാഷണത്തിനായിട്ട് പോയി. പ്രഭാഷണം എല്ലാം കഴിഞ്ഞിട്ട് അവിടെ കേൾക്കാൻ വന്നിരിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. അങ്ങനെ മറുപടി പറയാൻ പറ്റുന്ന ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ അല്ലെ, ഗുരു. അങ്ങനെയുള്ള ഗുരു ഭഗവാനും തുല്യമാണ്. ഉടനെ നേരെ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, അങ്ങ് മരിക്കുന്ന എന്നാന്ന് പറയാവോ? തീർന്നില്ലേ? ദേഷ്യം വന്നു, കോപം വന്നു, എന്നെ അപമാനിക്കാനാണ്. അപ്പോൾ സർവജ്ഞനാണെങ്കിൽ ആ ഗുരുവിന് വളരെയധികം വിനയം കാണും. എന്തിനാ? എല്ലാം അറിയാമെങ്കിലും തൻ്റെ ശിഷ്യന്മാർക്ക് ഇത് കാണിച്ചു കൊടുക്കണം, വിനയം വേണമെന്ന്. അപ്പോൾ പൂർവ്വജന്മങ്ങളിൽ എത്രയോ ആർജിച്ച ആ തപസ്. അമൃതാനന്ദമയി അമ്മ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അമ്മ എങ്ങനെയാണ് ഈ ലോകത്തിനെ മുഴുവൻ കൊണ്ടു നടക്കുന്നത്? എത്രയോ ജന്മങ്ങളിലായിട്ട് അവരിൽ ആർജിച്ച ആ ഒരു തപശക്തിയാണ് അവരിൽ ഓരോരുത്തരിലേക്കും പകർന്നു വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഗുരുക്കന്മാർ, വ്യാസഭഗവാനെ പോലെയുള്ള ഗുരുക്കന്മാർ, നമുക്ക് സർവജ്ഞരായിട്ടുള്ള ഗുരുക്കന്മാർ സമ്മാനിച്ച സത്യം എന്നുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവതം അല്ലെ. ആ ശ്രീമദ് ഭാഗവതം എന്താണ്? ഭഗവാന്റെ സ്വരൂപധ്യാനമാണ്. നിർഗുണധ്യാനം ഒന്നും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ല അല്ലെ. രൂപമൊന്നും ഇല്ലാതെ ഭഗവാനെ ധ്യാനിക്കാൻ മാത്രമുള്ള അവസ്ഥയിലില്ല. അപ്പൊ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള സ്വരൂപധ്യാനമാണ് നമ്മൾ ഈ ഭാഗവതത്തിൽ ചെയ്യുന്നത്.
ഭാഗവതത്തില് ഈ ശ്രീരാമ അവതാരം എന്ന് പറയുന്നത് നവമസ്കന്ധത്തിലാണ് വരുന്നത്. നവമസ്കന്ധം എന്ന് പറയുന്നത് വംശങ്ങളെ പറ്റിയുള്ള വർണ്ണനയാണ് പ്രധാനമായിട്ടും. ഏതൊക്കെ വംശം? സൂര്യവംശവും ചന്ദ്രവംശവും, ഈ രണ്ട് വംശങ്ങളെ പറ്റിയാണ്. അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ സൂര്യവംശം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനിൽ നിന്നും തുടങ്ങിയ വംശം, അതിന് സൂര്യവംശം എന്ന് പറയും. ശരിക്കു പറഞ്ഞാൽ അടുത്തത് അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ നിന്ന് തുടങ്ങിയ വംശമായിരിക്കണമല്ലോ ചന്ദ്രവംശം. ശരിക്കു പറഞ്ഞാൽ അങ്ങനെയല്ല. ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് അത്രി. അത്രി മഹർഷിയുടെ കണ്ണിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മാവിന്റെ വംശം അത്രിയുടെ വംശം എന്നൊക്കെ നമുക്ക് പറയാം. എന്നാലും നമ്മൾ പൊതുവെ എന്ത് പറയും? ചന്ദ്രവംശം എന്ന് പറയും. അങ്ങനെ സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലും ധാരാളം മഹാരഥന്മാരുണ്ടായി, വളരെ വലിയ രാജാക്കന്മാരുണ്ടായി. ഇവരുടെ വംശമാണ് ഇതിൽ പറയുന്നത്. ഈ സൂര്യനും ചന്ദ്രന്റെയും വംശത്തിന് പ്രത്യേകത എന്താണ്? സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയാണ്. ചന്ദ്രനും അതെ അല്ലേ, നമ്മളുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയാണ്. മാത്രമല്ല കുറേ ആളുകള് മാസവും ദിവസവും ഒക്കെ കണക്കാക്കുന്നത് സൗര കലണ്ടർ വെച്ചിട്ടല്ലേ, ചാന്ദ്രമാസ സൗരമാസം അല്ലേ. ചിലരോ ചന്ദ്രന്റെ അടിസ്ഥാനത്തിലാണ്, ചന്ദ്രന്റെ ഗതിയെയും മറ്റും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ മാസവും ദിവസവും ഒക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സാംസ്കാരികമായിട്ട് രണ്ട് വിഭാഗമായിട്ടേ തിരിച്ചിട്ടുള്ളൂ. സംസ്കൃതിയുടെ തലത്തിൽ ഒന്ന് സൂര്യവംശവും അല്ലെങ്കിൽ ചന്ദ്രവംശവും. ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ചിരിക്കുന്ന സമയത്ത് അവർ ആഹാരം കഴിക്കില്ല. ചിലർ തിരിച്ചാണ്, ചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കില്ല. സൂര്യനെയും ചന്ദ്രനെയും ആശ്രയിച്ചാണ് ഈ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും നിലനിൽക്കുന്നത്. ഇനി ഈ സൂര്യവംശത്തിലെയും ചന്ദ്രവംശത്തിലെയും രാജാക്കന്മാരെ പറ്റി എന്തിനാണ് നമ്മളോട് പറയുന്നത്? ഇതിൽ മഹാരഥന്മാരുണ്ട്. അവർ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. വിവേകവും വൈരാഗ്യവും ഇല്ലെങ്കിൽ നമ്മളെ ഏതവസ്ഥയിൽ കൊണ്ടെത്തിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ജീവന്റെ ഗതിയെ നമ്മുടെ മുന്നിൽ വർണ്ണിച്ച് കാണിക്കുകയാണ്. എന്തിനാണ്? മുന്നിൽ ഒരാൾ പോയി അയാള് ഒരു കുഴിയിൽ വീണാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ പോകുന്ന വഴിക്ക് ഒരു കുഴിയുണ്ട്, സൂക്ഷിക്കണം. അപ്പം നമ്മുടെ മുന്നിൽ പല ആളുകളുടെ ചിത്രം വരച്ച് കാണിക്കുകയാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. അപ്പൊ ഇതാണ് തടി കേടാകാതെ നല്ലത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വംശം വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ നവമസ്കന്ധത്തില് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ ഭക്തന്മാരുടെ ചരിതം വർണ്ണിക്കുന്നുണ്ട്. ഇപ്പൊ അംബരീഷനും ഹരിശ്ചന്ദ്രനെ പോലെ ഭഗവാനെ അനുസരിച്ച് ജീവിക്കുന്ന കുറേ ഭക്തന്മാരുടെ ചരിതവും വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ ശ്രീരാമചരിതം എന്ന് പറയുന്നത് 2 അധ്യായങ്ങളേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്കിയേ. അതില് 10ഉം 11ഉം അധ്യായമാണ് നവമസ്കന്ധത്തില് ശ്രീരാമ അവതാരം. അതില് 10ാമത്തെ ഒറ്റ അധ്യായം കൊണ്ട് ശ്രീരാമൻ ജനിച്ചു, സിംഹാസന ആരൂഢനായി, വനവാസം എല്ലാം അതിൽ കഴിഞ്ഞു ഒറ്റ അധ്യായത്തില് അല്ലേ. മേൽപ്പത്തൂർക്ക് മാത്രമല്ല ചുരുക്കാൻ അറിയാവുന്നത്, ആർക്കറിയാം? വ്യാസഭഗവാന് നന്നായിട്ട് ചുരുക്കി എഴുതാൻ അറിയാം. പിന്നെയോ അതിൻ്റെ അടുത്ത അധ്യായത്തില് 11ാം അധ്യായത്തില് ശ്രീരാമചന്ദ്ര സ്വാമി അനുഷ്ഠിച്ച യജ്ഞങ്ങളെ പറ്റി ഒക്കെയാണ് പറയുന്നത്. ഈ 2 അധ്യായത്തിലാണ് പ്രധാനമായും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ചരിതം. പിന്നെ അടുത്ത അധ്യായത്തില് കുശന്റെ വംശം, അതിൻ്റെ നിരൂപണം അങ്ങനെ പോവുകയാണ്. പിന്നെ അതായത് ഈ സൂര്യവംശത്തിൻ്റെ തന്നെ ഒരു സബ് ഡിവിഷനായിട്ട് വരുന്ന നിമിയുടെ വംശം, ഇങ്ങനെ ഉള്ള കുറേ കഥകളിലേക്ക് പോവുകയാണ്. അപ്പം ഇവിടെ ഈ രാമായണം നമുക്ക് ഈ ഒരു 2 അധ്യായം കൊണ്ട് മാത്രം പറയാൻ പറഞ്ഞാൽ പ്രധാനമായിട്ട് അതിൽ കഥകൾ മാത്രമേ ഉള്ളൂ. രാമായണം ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്ത. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്കന്ദപുരാണവും വാൽമീകി രാമായണവും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ രാമായണത്തിനെ ഒന്ന് കാണുക. ഈ രാമായണത്തിൽ പറയുന്നു ശ്രീരാമൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനമാണ് അല്ലേ. ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്ന എപ്പോഴാണ്? ആത്മാവിനെ തിരിച്ചറിയുമ്പോഴാണ് അല്ലേ നമുക്ക് ആ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത്. ആത്മാ എന്നുള്ളതിൻ്റെ മൂലം എന്ന് പറയുന്നത് ആപ്പ് എന്ന് പറയുന്ന ശബ്ദമാണ്. ആപ്പ് എന്ന് പറഞ്ഞാൽ ജയിക്കുക, കരസ്ഥമാക്കുക, നേടിയെടുക്കുക എന്നൊക്കെയാണ്. അപ്പം എന്താണ്? ആത്മാവിനെ ജയിച്ചാൽ, ആത്മാവിനെ കീഴടക്കിയാൽ എല്ലാമായി അല്ലേ.
ഭാഗവതത്തില് പരീക്ഷത്തിന് അതല്ലേ മനസ്സിലാവുന്നത്. തക്ഷകൻ കടിക്കാൻ വരുന്നു, 7 ദിവസമേ ഉള്ളൂ, മരിക്കാൻ പോവാണ്. അപ്പോൾ മരണം നിശ്ചയിച്ച ഒരാൾ എന്ത് ചെയ്യണം? ഇതല്ലേ പോയി ചോദിച്ചത് അല്ലേ? ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? മരണം അടുത്തിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യണം? മരണം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആത്യന്തികമായിട്ടുള്ള സത്യം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. കല്ലിന് ആത്മാവുണ്ടെന്നല്ലേ നമ്മൾ പറയുക? കല്ലിന് ജീവൻ ഉണ്ടെന്ന് പറയാറുണ്ടോ? ജീവൻ ഉണ്ടെങ്കിൽ അവിടെ പ്രാണധാരണമുണ്ട്, പ്രാണൻ വേണം. ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നു, ഒരു വലിയ മരത്തിന്റെ കൊമ്പ് ഒടിക്കുമ്പോൾ ആ മരം മരിക്കുന്നു. മരിക്കുന്ന ആരാ? ജീവനുള്ളവരല്ലേ മരിക്കുക. പക്ഷെ ആത്മാവ്, നമ്മൾ ഇന്ന് വലിയ കണ്ടുപിടുത്തായിട്ട് പറയും, എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. ആ എനർജി എന്ന് പറയുന്നതിനെ നമ്മൾ പണ്ടേ പറഞ്ഞു ആത്മാ. ആ ആത്മാ ഒരിക്കലും നശിക്കുന്നില്ല. തൻ്റെ ശരീരം മാത്രമാണ് നശിക്കുന്നത്. താൻ അവിടെ ഉണ്ട്, തൻ്റെ ആത്മാവ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തക്ഷകൻ ഇനി വേണം എപ്പോൾ വേണേലും വന്ന് കടിച്ചിട്ട് പോയിക്കോട്ടെ എന്നായി. കാരണം എന്താണ്? അതിനു മുമ്പേ സമാധി അവസ്ഥയിൽ താൻ ഈശ്വരനുമായി ഒന്നായി കഴിഞ്ഞിരുന്നു അല്ലേ? ആ ആത്മാവ്, ആ ബ്രഹ്മജ്ഞാനം, ഈ ബ്രഹ്മജ്ഞാനമാണ് ശ്രീരാമൻ. അതുകൊണ്ട് തന്നെ സീതാദേവി തൻ്റെ പതിയെ വിളിക്കുന്നത് ആര്യപുത്ര എന്നാണ്. ഏറ്റവും അധികം സംസ്കാരമുള്ളവൻ എന്ന അർത്ഥത്തിൽ ആര്യപുത്രൻ എന്നാണ് വിളിക്കുക. അതുകൊണ്ടാണല്ലോ വാൽമീകി മഹർഷി നാരദമുനിയോട് ചോദിച്ചില്ലേ, ഈ ലോകത്തിലെല്ലാം തികഞ്ഞിട്ടുള്ള ഉത്തമ പുരുഷൻ ആരാണെന്ന് ചോദിച്ചപ്പം ദി വൺ ആൻഡ് ഒൺലി വൺ ശ്രീരാമ അല്ലെ, പെർഫെക്റ്റ് മാൻ എന്നൊക്കെ പറയുന്നത് ഒരേ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ശ്രീരാമനാണ്. ഈ ശ്രീരാമനെ വിട്ടുപോയാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ശ്രീരാമന്റെ കൂടെ കുറെ ആൾക്കാരുണ്ട് അല്ലെ. ആരാണ്? ഒന്ന് ലക്ഷ്മണൻ അല്ലെ. ലക്ഷ്മണൻ എന്ന് പറയുന്നത് വിവേകമാണ്. ശത്രുഘ്നനുണ്ട്, അത് വിചാരമാണ്. ഭരതൻ വൈരാഗ്യമാണ്. ഇത് 4ഉം കൂടെ ചേർന്നാലോ അസാമാന്യമായിട്ടുള്ള ഒരു ഭൂമിയാണ്. അതാണ് അയോധ്യ. അവിടെ എന്തില്ല? യുദ്ധമില്ലാത്ത ഭൂമിയായിരിക്കും. അറിവ്, ജ്ഞാനമുണ്ട്, പിന്നെയോ വിവേകമുണ്ട്, വിചാരമുണ്ട്, വൈരാഗ്യമുണ്ട്. ഇത് 4ഉം ഉണ്ടെങ്കിൽ അത് യുദ്ധമില്ലാത്ത ഭൂമിയാണ്. എന്നാൽ ഇന്നത്തെ നമ്മൾ പലപ്പോഴും അയോധ്യയെ നോക്കിയാൽ 76 യുദ്ധങ്ങളാണ് അയോധ്യയിൽ നടന്നത്. 3 ലക്ഷം ആളുകളാണ് ഈ അയോധ്യ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പേരിലുള്ള ഈ ഭൂമി തിരിച്ചു പിടിക്കാനായിട്ട് യുദ്ധം ചെയ്ത് 3 ലക്ഷം ആളുകളാണ് ജീവൻ വെടിഞ്ഞത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജ്ഞാനവും വിവേകവും വിചാരവും വൈരാഗ്യവും അപ്രത്യക്ഷമായി അല്ലേ. ഇന്ന് നമുക്ക് സംശയമുണ്ട്, ഈ അയോധ്യ എന്ന് പറയുന്ന ഭൂമി അല്ലെ, ചിലരൊക്കെ പറയില്ലേ നമ്മുടെ അല്ല എന്നൊക്കെ. പുരാണങ്ങളിൽ, അതായത് സ്കന്ദപുരാണം, 18 പുരാണങ്ങളിൽ 13ാമത്തെ പുരാണമായിട്ട് പറയുന്നതാണ് സ്കന്ദപുരാണം. ഏറ്റവും വലിയ പുരാണമാണ്. 81,000 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. അപ്പൊ ഈ 81,000 ശ്ലോകങ്ങളുള്ള സ്കന്ദപുരാണം മഹാദേവന്റെ പുത്രനായിട്ടുള്ള സ്കന്ദൻ ഭൃഗു മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ്. പിന്നീട് മഹർഷി അടുത്ത തൻ്റെ ശിഷ്യന്മാർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്കന്ദപുരാണം കൂടുതലായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥലങ്ങളും പ്രത്യേകതകളുമാണ് വർണ്ണിക്കുന്നത്. അപ്പൊ അതില് 7 ഖണ്ഡങ്ങളാണുള്ളത്. നമ്മൾ മഹാഭാരതത്തിലാണെങ്കിൽ പർവ്വങ്ങൾ എന്ന് പറയും അല്ലേ, രാമായണത്തിൽ കാണ്ഡെന്ന് പറയും, അതുപോലെ പുരാണത്തിൽ ഖണ്ഡം എന്ന് പറയും. 7 ഖണ്ഡങ്ങളും ധാരാളം ഉപഖണ്ഡങ്ങളും ഉണ്ട്. അതിൽ ആദ്യത്തെ ഖണ്ഡമാണ് മാഹേശ്വര ഖണ്ഡം, 2ാമത്തെ ഖണ്ഡമാണ് വൈഷ്ണവ ഖണ്ഡം. ഇതിൻ്റെ ഒരു ഉപഖണ്ഡമാണ് അയോധ്യ എന്ന പേരിൽ തന്നെ ഉണ്ട് സ്കന്ദപുരാണത്തിൽ. ഈ അയോധ്യ എന്ന് പറയുന്ന ഖണ്ഡത്തിന് സബ്ബായിട്ട് 10 അധ്യായങ്ങളുണ്ട്. അപ്പൊ ഏത് കാലത്ത് തന്നെ അയോധ്യയെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് ആലോചിക്കുക. ഈ അയോധ്യ എന്ന് പറയുന്ന കോസലം അല്ലെ, കോസലം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റലാണ് അയോധ്യ. സരയൂ നദിയുടെ തീരത്ത് കൂടി ഒഴുകുന്ന ഈ നഗരി, പട്ടണം അല്ലെങ്കിൽ ഈ രാജ്യം വൈവസ്വത മനു തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുരാണത്തിൽ ഈ തലമുറകളെ പറ്റി പറയുന്നുണ്ട്. ഇനി വാൽമീകി രാമായണത്തിലോ, വാൽമീകി രാമായണത്തിലെ ആദ്യത്തെ കാണ്ഡം ഏതാണ്? ബാലകാണ്ഡം. ബാലകാണ്ഡം തുടങ്ങുന്ന ഭാഗത്ത് തന്നെ
5, 6, 7 അധ്യായങ്ങൾ ദ സിറ്റി ഓഫ് അയോധ്യ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിറ്റി ഓഫ് അയോധ്യ എന്നാണ്. ഇംഗ്ലീഷിൽ വാൽമീകി രാമായണത്തിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കിയാൽ കാണാം. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഈ മെജസ്റ്റിക് ആയിട്ടുള്ള രാജകീയമായിട്ടുള്ള ഈ അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തെ പറ്റി വിവരിക്കുകയാണ്. അതിന് എത്ര യോജന നീളമുണ്ട്, ഇതിൻ്റെ ആകൃതി മത്സ്യാകൃതിയാണ്. ഈ അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തിന് 4 ചുറ്റുമുള്ള തമസ, സരയൂ പോലെയുള്ള നദികൾ ഇതിൻ്റെ ചുറ്റുമുണ്ട്. അവിടുത്തെ ഹൈവേകളെക്കുറിച്ച് അതിൻ്റെ വീതി വരെ പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഹൈവേക്കല്ലേ നാഷണൽ ഹൈവേ, അതുപോലെ മാത്രമല്ല ഈ ഹൈവേയിൽ കൃത്യസമയത്ത് ജലം നനച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. വഴിയോരങ്ങൾ പൂക്കൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. ശതക്കിനികൾ പോലെയുള്ള റോക്കറ്റുകളും മിസൈലുകളും വിന്യസിച്ചിരുന്നു. 7 നില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ഈ കെട്ടിടങ്ങളെല്ലാം വളരെ നല്ല അലൈൻമെൻറ്റിൽ, ആ സിറ്റി പ്ലാൻഡ് സിറ്റിയാണ്. അപ്പോൾ കെട്ടിടങ്ങളെല്ലാം ഒരേ രീതിയിൽ ഒരേ വലുപ്പത്തിലൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് എന്നൊക്കെ വാൽമീകി രാമായണത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രത്യേകത എന്താണ് എന്നൊക്കെ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അതായത് ശരിക്കു പറഞ്ഞാൽ ഈ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഖഡ്വാങ്കൻ്റെ പുത്രനായിട്ടുള്ള ദീർഘബാഹുവിൻ്റെ പുത്രനാണ് രഘു, രഘുവിൻ്റെ പുത്രനാണ് അജൻ, അജൻ്റെ പുത്രനാണ് ദശരഥൻ. ഈ ഒരു ചരിതം പറയുന്നുണ്ട്. അപ്പം എന്താണ് 7-ാമത്തെ അധ്യായത്തിൽ വാൽമീകി രാമായണത്തിൽ ദശരഥൻ ഭരിച്ച അയോധ്യ എങ്ങനെയാണ്? ദശരഥൻ ആരാധന അതിരഥനാണ്. ധാരാളം മഹാരഥന്മാരെ ഒരേ സമയം നേരിടാൻ കഴിവുള്ളവനാണ്. അവിടെയുള്ളവരൊക്കെ വേദം അഭ്യസിച്ചവരായിരുന്നു. ബ്രാഹ്മണരെ ധർമാധിഷ്ഠിതമായിട്ടാണ് ജീവിച്ചിരുന്നത്. പാപമില്ല, അധർമ്മമില്ല, വളരെ ശാന്തമായിട്ട് ഭരിച്ചിരുന്ന ഒരു രാജ്യം എന്ന നിലയിൽ വർണ്ണിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദശരഥന്റെ മന്ത്രിമാരാരൊക്കെ എന്ന് ആലോചിക്കുക. എത്ര വിശദമായിട്ടാണ് ഈ അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ പട്ടണം പിടിച്ചെടുക്കാനാണ് നമ്മുടെ സ്വത്വത്തിലേക്ക് തിരിച്ചു പോകാനാണ് ഈ യുദ്ധം ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. ഈ അയോധ്യയിൽ ബാലകരാമന്റെ പ്രതിഷ്ഠ വന്നിട്ട് ഇവിടെ ആദ്യത്തെ രാമനവമിയായിരുന്നു ഈയിടെ. ആ ഭൂമിയിലുള്ളവരുടെ അല്ലെങ്കിൽ ഭാരതത്തിലുള്ളവരുടെ ആ മനസ്സിൻ്റെ സന്തോഷം ഒന്ന് ആലോചിച്ചു നോക്കുക, എത്രമാത്രം ഉണ്ട് എന്നല്ലേ. അപ്പോൾ ആ സ്വത്വത്തിലേക്കുള്ള തിരിച്ചുപോക്ക് 7-ാം അധ്യായത്തിൽ പറയുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ, നമ്മളാകെ ഒരു മന്ത്രിയെ പറ്റി കേട്ടിട്ടുള്ള ആരാണ്? സുമന്ത്രർ അല്ലേ. 8 മന്ത്രിമാരിൽ അവസാനത്തെ പേരായിട്ടാണ് സുമന്ത്രർ പറയുന്നത്. പിന്നെ ഇന്നുള്ളതുപോലെ ധാരാളം ഉപദേശകരൊക്കെ ഉണ്ടായിരുന്നു. ബ്രാഹ്മണരായിട്ടും പുരോഹിതന്മാരായിട്ടും അറിവുള്ള പണ്ഡിതന്മാർ, ഋഷിമാര്. ദശരഥൻ ഏകാധിപത്യ സ്വഭാവമില്ലായിരുന്നു. എല്ലാവരോടും ആലോചിച്ചാണ് തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് എന്ന് വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഇനി പുരാണത്തിലോ, സ്കന്ദപുരാണത്തിൽ ഞാൻ പറഞ്ഞു അയോധ്യ എന്ന് പറയുന്ന ഒരു ഖണ്ഡമുണ്ട്. ഇതിൽ വളരെ വിശദമായിട്ട് അയോധ്യയെ പറ്റി പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നൈമിഷാരണ്യത്തിലും വാരണാസിയിലും കാശിയിലും ഹിമാലയത്തിലുള്ള മുനിമാരെല്ലാം കുരുക്ഷേത്രത്തിലെത്തി. അവിടെ 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്താൻ തീരുമാനിക്കുന്നു. അവിടെ വ്യാസഭഗവാന്റെ ശിഷ്യനായിട്ടുള്ള രോമഹർഷണൻ എന്ന് പറയുന്ന സൂതൻ എത്തുകയാണ്. അപ്പൊ സൂതനെ നമസ്കരിച്ച്, സൂതന്റെ പ്രത്യേകത എന്താ? നന്നായിട്ട് കഥ പറയും അല്ലേ. അപ്പൊ സൂതനോട് പറയാണ്, അങ്ങ് ഞങ്ങൾക്ക് വിഷ്ണുവിൻ്റെ പുരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സപ്തമോക്ഷപുരികളല്ലേ പറയുന്നത്? അയോധ്യ, മഥുര, മായ, കാശി, കാഞ്ചി, അവന്തിക, പുരി, ദ്വാരവത്യാം ചൈവ സപ്ത മോക്ഷദായിക. ഈ 7 മോക്ഷപുരികൾ, പുരി എന്ന് പറയുന്നത് പുരങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ 7 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത പറയുന്നത് അയോധ്യ, മഥുര, മായ. അപ്പൊ ഏതാണ് ആദ്യം? വിഷ്ണുവിൻ്റെ മോക്ഷപുരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയോധ്യ. അത് വിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് പുരാണത്തിൽ. മഹാദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം കാശിയാണ്. കാശി മഹാദേവന്റെ തൃശൂലത്തിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആചാര്യന്മാർ ചോദിക്കുകയാണ്, ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയുള്ള പുണ്യ നദികൾ എന്തൊക്കെയാണ്? നദീ സംഗമങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ദാനം ചെയ്താൽ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഈ പുണ്യ സ്ഥലത്തിൽ ദർശനം നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ ആരൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ സൂതൻ
അയോധ്യ എന്ന് പറയുന്ന നഗരത്തെ പറ്റി പറയുന്നത്. പുരാണത്തിൽ 10 അധ്യായങ്ങളിലായിട്ട് ഇത് പറയുന്നുണ്ട്. ഈ സൂര്യവംശത്തിൽപ്പെട്ട രാജാവാണ് സഗര രാജാവ്, സാഗരം അല്ലെ. ഈ സൂര്യവംശത്തിൽ പെട്ടതായതുകൊണ്ടാണ് കുറെ കാലം കഴിഞ്ഞ് ഹനുമാൻ സാഗരം കടക്കാൻ വന്നപ്പോൾ അവിടെ മൈനാകം പൊങ്ങി വന്നില്ലേ. അതിൻ്റെ ഒരു ചരിതം പറയുന്നുണ്ട്. പണ്ട് കാലത്ത് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു, പറന്ന് നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കുറേ ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രനാണ് തോന്നുന്നു ഈ ചിറക് വെട്ടിയെരിഞ്ഞു കളഞ്ഞു എല്ലാ പർവ്വതത്തിൻ്റെയും. മൈനാകം മാത്രം പേടിച്ച് സാഗരത്തിൽ അഭയം പ്രാപിച്ചു, പറഞ്ഞു ഇവിടെ മുങ്ങിയിരുന്നു അല്ലെ. ഹിമാലയം പോലും സമുദ്രത്തിൽ എത്ര വേണമെങ്കിലും ഇറക്കി വെക്കാം, സമുദ്രത്തിന് അത്രമാത്രം ആഴമുണ്ട്. അപ്പോ മുങ്ങിയിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോണ്ട് തൻ്റെ കുലത്തിലെ ശ്രീരാമന്റെ ഒരു കാര്യത്തിനായിട്ട് ഹനുമാൻ വരുന്നു എന്ന് കണ്ടപ്പോ സാഗരത്തിന് വളരെ കരുണ തോന്നി. തനിക്ക് എന്തെങ്കിലും ചെയ്യണം. വേഗം അസിസ്റ്റന്റിനെ വിട്ടതാണ് മൈനാകത്തിനോട്, പോയി എന്താണ് വേണ്ടതെന്ന് അന്വേഷിച്ചിട്ട് വരിക. അങ്ങനെ ഈ വംശത്തിലുള്ള രാജാക്കന്മാരെ എല്ലാം വർണ്ണിക്കുകയാണ്. ഈ ഓരോ രാജാക്കന്മാരെയും വർണ്ണിച്ച് അവസാനമാണ് ദശരഥനും ശ്രീരാമനും എത്തുന്നത്. ആ ശ്രീരാമനും ലക്ഷ്മണനും ശത്രുഘ്നനും ഭരതനുമുള്ള രാജ്യം അയോധ്യയാണെന്ന് പറയാണ്. യുദ്ധമില്ലാത്ത ഭൂമി. ഈ യുദ്ധമില്ലാത്ത ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ വിചാരവും വൈരാഗ്യവും അമ്മാവൻ്റെ വീട്ടിൽ പോയി അല്ലേ. ആരൊക്കെയാ പോയത്? വിചാരവും വൈരാഗ്യവും. ഇത് രണ്ടും നമുക്കില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വിചാരവും ഇല്ല, ഒരു കാര്യത്തിനോട് വൈരാഗ്യവും ഇല്ല അല്ലേ. അപ്പൊ എന്ത് വേണം? ജീവനാകുന്ന ആ ആശയിൽ ആണ്ടിരിക്കുന്ന ദശരഥൻ എന്തിനോട്? വിഷയത്തിൽ മുങ്ങിയിരിക്കുന്ന കൈകേയിയായിട്ട് കൂട്ടുകൂടി. കൈകേയിയായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ, വിഷയവുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മൾ ബാക്കിയെല്ലാം ഉപേക്ഷിക്കും. അപ്പോൾ എന്ത് ചെയ്തു? ജ്ഞാനത്തിനെയും വിവേകത്തിനെയും കാട്ടിൽ വിട്ടു അല്ലേ. ശ്രീരാമനെയും ലക്ഷ്മണനെയും കാട്ടിൽ വിട്ടു. അതായത് ആശയും മായയും മോഹവും എല്ലാം നമ്മുടെ അടുക്കലേക്ക് വന്നാൽ പിന്നെ നമ്മുടെ ബുദ്ധിയൊന്നും പ്രവർത്തിക്കില്ല. പിന്നെ ഒരു ജ്ഞാനവും ഇല്ല, വിവേകവും ഇല്ല. പിന്നെ കാണിക്കുന്ന ഒക്കെ തലതിരിഞ്ഞായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഇവരെല്ലാം ഉപേക്ഷിക്കുന്നു പറയുകയാണ്. ആ ഈശ്വരന്റെ സാന്നിധ്യം, സാമീപ്യം എപ്പോൾ നഷ്ടപ്പെടുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ശ്രീരാമന് സീതയും തമ്മിൽ വേർപിരിഞ്ഞു അല്ലേ. സീതാദേവി എന്താണ്? ശരിക്ക് ജീവാത്മാവാണ്, ശ്രീരാമൻ പരമാത്മാവാണ് അല്ലേ. ജീവാത്മാവിന് എപ്പോഴാണോ മാരീചനാകുന്ന ആ മായയോട് അടുപ്പം തോന്നിയത്, താല്പര്യം തോന്നിയത്, ശ്രീരാമനിൽ നിന്ന് അകന്നുപോയി. മനസ്സിലാകുന്നില്ലേ? ഈ ഒരു ശ്രീരാമനുമായിട്ട് അല്ലെങ്കിൽ ആ ബ്രഹ്മവുമായിട്ട് ജ്ഞാനവുമായിട്ട് അടുപ്പം നിലനിർത്തുക എന്നുള്ളതാണ് രാമായണം നമുക്ക് തരുന്ന സന്ദേശം. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീരാമൻ എത്തുന്നുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് വാൽമീകി മഹർഷിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കിടക്കാൻ താമസിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കാണിച്ചു തരാവോ? അപ്പൊ വാൽമീകി മഹർഷി ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, അങ്ങില്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? അങ്ങില്ലാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടെന്ന് കാണിച്ചു തരികയാണെങ്കിൽ അങ്ങേ വേണമെങ്കിൽ ഞാനവിടെ ഇരുത്താം. പിന്നെ അങ്ങ് താത്വികമായിട്ട് പറഞ്ഞാൽ അങ്ങ് എവിടെ ഇരിക്കണം? ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ ഇരിക്കണം, ഭക്തന്മാരുടെ കഥകളിലിരിക്കണം, നന്മയുള്ള ആളുകളുടെ ഹൃദയത്തിലിരിക്കണം. ഇനി ഈ ഒരു നിമിഷത്തെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങ് ഇന്ന സ്ഥലത്ത് പോയി താമസിക്കുക അല്ലേ, ചിത്രകൂടത്തിൽ പോയി താമസിക്കുക. പക്ഷേ എവിടെ വസിക്കണം എന്നാണ് പറയുന്നത്? അവിടെയും ഭക്തന്മാരുടെ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ. കാരണം എന്താ? ഹൃദയത്തിനുള്ളിൽ വസിച്ചാൽ എടുക്കാൻ മറക്കുവോ? മൊബൈലാണെങ്കിൽ എടുക്കാൻ മറക്കും അല്ലേ. ഹൃദയമാണെങ്കിൽ നമ്മൾ എടുക്കാൻ മറക്കുവോ? ഇല്ല. അപ്പൊ അവിടെ ഇരുന്നാൽ നമ്മൾ എവിടെ പോയാലും wherever you go I am there എന്ന് പറയുന്നത് പോലെ ഈ ഭഗവാനും കാണും. ഇതുപോലെ തന്നെ അഗസ്ത്യ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്. അഗസ്ത്യ മഹർഷിയോട് എവിടെയാണ് താമസിക്കേണ്ടത്, എനിക്ക് താമസിക്കാൻ ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു തരാൻ പറയുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ വസിച്ചോളൂ. അവരാരും ഭഗവാനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മറ്റൊരാളാണ് അത്രി മഹർഷി. അത്രി എന്നുള്ള പേരിൻ്റെ തന്നെ അർത്ഥം ത്രിഗുണങ്ങൾക്കും അതീതനായിട്ടുള്ളവൻ, സത്വരജ തമോ ഗുണങ്ങൾക്കും അതീതനായിട്ടുള്ളവനാണ്. അത്രി മഹർഷിയുടെ പത്നി ആരാണ്? അനസൂയാദേവി. ഒട്ടും ഈർഷ്യ
ഇല്ലാത്തവൾ. അത്രി മഹർഷി പോലും പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയോ? ഏതൊരവസ്ഥയിലും ഏതൊരു ജന്മത്തിലും എനിക്ക് ഭഗവാന്റെ പാദ ചരണങ്ങളെ മറക്കാൻ ഉള്ള ഒരവസ്ഥ ഉണ്ടാക്കരുതേ എന്ന്. അപ്പോൾ ഭഗവാനുമായിട്ട് പിരിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഭാഗവതം 12 സ്കന്ധാണ് അല്ലേ? 12ാമത്തെ സ്കന്ധം, ഏറ്റവും അവസാനത്തെ സ്കന്ധത്തിൽ 13 അധ്യായമാണ്. ഈ ലാസ്റ്റ് അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകം ഏതാണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? നാമസങ്കീർത്തനം യസ്യ, ആരുടെ അല്ലെ, ആരുടെ മഹത്വങ്ങളെയാണോ നാം കീർത്തിക്കുന്നത്, സങ്കീർത്തനം എന്നാണ്. നാമസങ്കീർത്തനം. സങ്കീർത്തനവും കീർത്തനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കീർത്തനം ഭഗവാനെ പറ്റിയും ഭക്തിയോടെയും ആകുമ്പോൾ അതെന്തായി? അത് സങ്കീർത്തനായിട്ട് മാറി. അപ്പോൾ ഭക്തിയോടെ എങ്ങനെയെങ്കിലും ചൊല്ലിയാൽ പോരാ, പാടിയാൽ പോരാ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. അങ്ങനെ കീർത്തിക്കുന്നവരുടെയോ സകല പാപങ്ങളും നശിക്കുന്നു. പിന്നെയോ പ്രണാമോ ദുഃഖശമന, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നു. തം നമാമി ഹരിംപരം. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇതാരാ പറയണത്? സൂതൻ എഴുന്നേറ്റ് നിന്ന്, ശ്രീശുക ബ്രഹ്മർഷി എല്ലാ ആ ഋഷിമാരോടും കൂടി എഴുന്നേറ്റ് നിന്ന് കണ്ണ് നിറഞ്ഞ് തൊഴുതുകൊണ്ട് സമർപ്പിക്കുകയാണല്ലേ. ഭാഗവതത്തിന്റെ ഫലശ്രുതി എന്ന് വേണമെങ്കിൽ പറയാം. ഭാഗവതം തുടങ്ങുമ്പോൾ മഹാത്മ്യമുണ്ട് 6 അധ്യായം. അത് പത്മപുരാണത്തിലുള്ളതാണ്. ഇത് ഭാഗവതത്തിന്റെ തന്നെ ഭാഗമാണ്. അതിലേറ്റവും അവസാനത്തെ ശ്ലോകം. ഇവിടെ ശ്രീശുകൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ സൂതൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി എനിക്ക് പല ജന്മങ്ങളും ഉണ്ടാകാം ചിലപ്പോ. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ജന്മം? നമ്മളോട് പറഞ്ഞിട്ടാണോ വിട്ടിരിക്കുന്നത് മോക്ഷമാണെന്ന്? അല്ല, വെട്ടുകിളിയോ പാറ്റയോ പഴുതാരയോ പുഴുവോ എന്തായിട്ട് വേണമെങ്കിലും ജനിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദേവന്മാർക്ക് പോലും ഇവിടെ വരണം. ഗജേന്ദ്രനും ഒക്കെ എത്ര ഉദാഹരണങ്ങളാണ് അല്ലേ? പക്ഷെ ഇവിടെ പറയുകയാണ്, ഏത് യോനിയിൽ ജനിച്ചാലും എനിക്ക് എന്ത് വേണം? ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മറക്കാൻ സാധിക്കരുത്. ഈയിടെ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു. അതിൽ ഒരു ചെറിയ ക്ഷേത്രം പോലെയുള്ള ഒരു ശ്രീകോവിൽ പോലെയുള്ളത്, അതിന് ഒരു നായ പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് 8 ദിവസമായിട്ട് നടത്തുന്ന പ്രദക്ഷിണാണ്. അപ്പോൾ എന്താണ്? എത്രയോ ജന്മങ്ങൾ ജനിച്ച് ഏത് യോനിയിൽ ജനിച്ചാലും എന്താണ്? ആ ഭഗവത് സ്മരണ വിട്ടുപോകാതെ ഇരിക്കുക എന്നാണ് പ്രധാനം. ഈയിടെ ഹിമാലയത്തിലുള്ള ഒരു സ്വാമിജി എന്നോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും നാമം ജപിക്കണം എന്ന് പറയുന്നത്? കാരണം നമ്മൾ എന്തിനെ പറ്റിയാണോ കൂടുതലായിട്ട് സ്മരിക്കുന്നത്, അടുത്ത ജന്മത്തിൽ അതായിട്ടാണ് വരിക. അദ്ദേഹം എന്നിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞു. ചില ആളുകൾക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് ആണ്. എത്ര മസിൽ വന്നു അല്ലെ, എവിടെയൊക്കെ കട്ടയുണ്ട്, എത്ര പാക്ക് ഉണ്ട്, രാവിലെ എഴുന്നേൽക്കുന്ന തൊട്ട് ജിമ്മിൽ പോവുക, ഈ കട്ട ഉണ്ടാക്കുക, ഇതാണ് ചിന്ത അല്ലേ. സ്വാമിജി പറഞ്ഞു, ഇവരടുത്ത ജന്മത്തില് നല്ല ഉറച്ച ശരീരം വേണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. ഉറച്ച ശരീരമുള്ള മരം പോലെയുള്ളതായിട്ട് മാറാനാണ് സാധ്യത എന്ന്. അപ്പൊ എന്താണ്, നമ്മള് എപ്പോഴാണ് കാറ്റ് പോവാന്നറിയില്ല. കാറ്റ് പോവാണല്ലോ ശരിക്ക്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലായ്പ്പോഴും നമ്മളോട് നാമം ജപിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാണ്. അപ്പൊ അതാണ് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം. അപ്പൊ ഏത് യോനിയിൽ പോയി ജനിച്ചാലും നമുക്ക് എന്ത് വേണം? ഈ ഭഗവാനെ പറ്റി പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്? ശ്രീരാമനിൽ നിന്നും ആ പാദങ്ങളില് എന്നും എനിക്ക് സ്മരണ ഉണ്ടാകണം എന്നാണ് അത്രി മഹർഷിയും പ്രാർത്ഥിച്ചത്. ഇനി വിഭീഷണനോ? വിഭീഷണനാണ്, ഭയമില്ലാത്തവനാണ്. വിഭീഷണോ ആരെ കൂടെ നിൽക്കാനാണ് താല്പര്യപ്പെട്ടത്? എല്ലാവരും പറയുന്നാലും സ്വന്തം സഹോദരനെ ഇട്ടിട്ട് പോയല്ലോ എന്ന് അല്ലേ. അത് ഈ ജന്മത്തിലെ മാത്രം സഹോദരനല്ലേ അല്ലേ? അതിനു മുമ്പും ജന്മങ്ങളില്ലേ? ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിൽക്കണം എന്ന് ആലോചിക്കണോ? അർജുൻ അതല്ലേ ചെയ്തത് അല്ലേ? അർജുൻ എന്താ ചെയ്തത്? എനിക്ക് ആയുധങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ആരുടെ കൂടെ നിന്നാൽ മതി? ഭഗവാന്റെ കൂടെ നിന്നാൽ മതി. ഈ ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോൾ ശരിയോ തെറ്റോ ആലോചിക്കാൻ പോകരുത്. ഭഗവാൻ എവിടെയാണോ നിൽക്കുന്നത് അതാണ് ശരി. അപ്പൊ അർജുൻ എന്ത് പറഞ്ഞു? എനിക്ക് ഭഗവാനെ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, പിടിച്ചത് പുളിങ്കൊമ്പില, അപ്പൊ രക്ഷപ്പെട്ടു.
അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, ഏത് ജന്മങ്ങളിലാണെങ്കിലും എനിക്ക് ഭഗവത് സ്മരണ വേണം. വിഭീഷണൻ നേരെ അതുകൊണ്ട് ആരുടെ അടുക്കൽ വന്നു? എല്ലായ്പ്പോഴും ശ്രീരാമന്റെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെട്ടു. ഇനി ഭരതനോ? ഭ എന്നാൽ ഭക്തി. ഭക്തിയിൽ രമിക്കുന്നവെന്നാണ് അർത്ഥം. എല്ലായ്പ്പോഴും ഭക്തിയിൽ രമിക്കുന്നവന് ആരെപ്പറ്റി മാത്രമേ വിചാരമുള്ളൂ? ഭഗവാനെ പറ്റി മാത്രമേ ഉള്ളൂ. അവന്റെ മുന്നിൽ രാജ്യം കൊണ്ട് കൊടുത്താൽ ഇഷ്ടാവുമോ? അല്ലേ? അപ്പൊ രാമായണം എന്താ കാണിക്കുക? എപ്പോഴൊക്കെയാണോ നമ്മൾ ഭഗവാനിൽ നിന്നും വേർതിരിയുന്നത്, ശ്രദ്ധ മാറുന്നത്, അന്ന് നമ്മുടെ കഷ്ടകാലാണ്. ഈ സ്കന്ദപുരാണത്തില് വളരെ മനോഹരമായിട്ടുള്ള ഒരു രംഗം പറയുന്നുണ്ട്. അതായത് ഗോപ്രതാരം എന്ന് പറയുന്ന ഒരു തീർത്ഥം. നമ്മൾ ഗോപ്രോ ക്യാമറ എന്നൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട് അല്ലേ, യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാൻ. ഇത് ഗോപ്രതാരം എന്ന് പറയുന്ന ഒരു തീർത്ഥമാണ്. ഈ തീർത്ഥത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതായത് ഈ തീർത്ഥത്തിലാണ് അവസാനം ശ്രീരാമനും എല്ലാവരും ശരീരം ത്യജിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? ശ്രീരാമൻ ആരും അറിയാതെ ശരീരം വെടിയാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ഇതെങ്ങനെയോ സൂത്രത്തില് അന്തഃപുരവാസികളും ജനങ്ങളും എല്ലാം അറിഞ്ഞു. എല്ലാവരും പട പോലെ ശ്രീരാമന്റെ മുന്നിലെത്തി. എന്ത് വേണം? ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണം. എങ്ങോട്ട് പോകാന്? ടൂറിനല്ല അല്ലെ, സുഖവാസത്തിനല്ല. എങ്ങോട്ടാ? സമാധിയാകാനാണേ. അതിനെന്താ ഇത്ര തിരക്ക്? നമുക്കിതൊക്കെ കേട്ടാ വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെ? സാധാരണ ഭാഷയിൽ നമ്മൾ പറയും മരിക്കാൻ പോവാ. മരിക്കാൻ പോകുന്നതിന് കിടന്ന് കരഞ്ഞ് നിലവിളിക്കുക, ഞങ്ങളെയും കൂടെ മരിക്കാൻ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ എന്താണ്? എവിടെയാണോ ഭഗവാൻ ഇരിക്കുന്നത് അവിടെയാണ് ശാന്തി, സമാധാനം, സുഖമുള്ളത്. ഭഗവാന്റെ കൂടെ ഇരിക്കുമ്പോൾ അവിടെ ശരിക്കും മരണമുണ്ടോ? അവരാകെ ആഗ്രഹിച്ചത് ഭഗവാന്റെ കൂടെ ഇരിക്കണം എന്നാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി വനത്തിലേക്ക് പോയപ്പോൾ അമ്മമാരും എല്ലാവരും കൂടെ പോകാൻ തയ്യാറായി. സുഖഭോഗങ്ങൾ ഇരിക്കുന്നത് കൊട്ടാരത്തിലാണെങ്കിൽ പിന്നെ അവരെന്തിനാ കാട്ടിലേക്ക് പോകാൻ തയ്യാറായത്? എവിടെയാണ് ശാശ്വതമായിട്ടുള്ള ശാന്തി ഉള്ളത്? ഭഗവാൻ ഇരിക്കുന്നിടത്താണ് ശാശ്വതമായിട്ടുള്ള ശാന്തി ഉള്ളത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ എല്ലാവരും തയ്യാറായി വന്നോളൂ എന്ന് പറഞ്ഞു. വിഭീഷണോട് പറഞ്ഞു രാജ്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ ഹനുമാനോട് പറഞ്ഞു എന്താണ്? എത്രത്തോളം കാലം രാമനാമം ഉണ്ടോ അത്രത്തോളം കാലം നീ ഇവിടെ ഇരിക്കണം, അതുകൊണ്ട് എൻ്റെ കൂടെ വരണ്ട. മൈന്ദനും വിവിധനും ഒക്കെ അമൃത് ഭക്ഷിച്ചവരാണ്. അപ്പൊ അവരോടും പറഞ്ഞു വരണ്ട. അപ്പൊ ബാക്കിയുള്ളവർ മതി. ബാക്കിയുള്ളവരോട് രാവിലെ വരാൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ശ്രീരാമചന്ദ്ര സ്വാമി, നമുക്കത് കാണുമ്പോൾ അത് വായിക്കുമ്പോൾ മനസ്സിന് വളരെ വിഷമം തോന്നും. കോദണ്ഡമില്ലാത്തൊരു ശ്രീരാമനെ കാണുന്ന ഒരേ ഒരു രംഗാണ്. ദർഭപുല്ലുമായിട്ട് പിടിച്ച് പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് പോവാണ്. ഗായത്രി ദേവിയും എല്ലാം രൂപമെടുത്ത്, വേദങ്ങളും എല്ലാം രൂപമെടുത്ത് ശ്രീരാമന്റെ കൂടെ സരയൂ നദിയിലേക്ക് പോവാണ്. ഇന്നും നമ്മൾ അയോധ്യയിൽ, കഴിഞ്ഞ ദിവസം എനിക്ക് അയോധ്യയിൽ ആ ബാലകരാമന്റെ ദർശനം ഉണ്ടായി, അവിടെ പോകാൻ സാധിച്ചു. അപ്പോൾ അവിടെ സരയൂ നദിയുടെ തീരത്ത് ശ്രീരാമൻ ആ ശരീരം വെടിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ അവിടെ കോദണ്ഡ അല്ല, അവിടെ ഭഗവാന്റെ കയ്യിൽ ദർഭപുല്ലാണ്. ഈ ദർഭപുല്ല് പക്ഷെ എല്ലായ്പ്പോഴും കാണില്ല. ദർഭ വെച്ചാൽ അത് എപ്പോഴും എന്താ പറയുക, ചൂടിലൊക്കെ കരിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു താമരപ്പൂവായിരിക്കും കയ്യിൽ വെച്ചിരിക്കുക. ശ്രീരാമ നവമിയുടെ അന്ന് മാത്രം ദർഭപുല്ല് വെക്കും. ദർഭപുല്ലിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ കിടത്തുന്നത് ദർഭപുല്ലിലല്ലേ. ദർഭയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദർഭ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല, വിത്ത് വിതച്ചിട്ടല്ല. സ്ത്രീ പുരുഷനും ആദ്യമായിട്ട് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല, വളരെ നിഗൂഢമാണ്. അതുപോലെ തന്നെ ദർഭയുടെ ജനനത്തെ പറ്റിയും ആർക്കും അറിയില്ല. മാത്രമല്ല ദർഭയ്ക്ക് വളരെ പ്രത്യേക, ദർഭ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാം അല്ലേ. അജന്തൻ എന്ന് പറയുന്ന കാക്ക വന്നപ്പോ ശ്രീരാമചന്ദ്രസ്വാമി എന്താണ്, സീത മടിയിൽ കിടക്കുകയാണ്, സീതയെ ഉപദ്രവിച്ചപ്പോൾ പുല്ലെടുത്താണ് ഉപയോഗിച്ചത്, ആയുധമാക്കി മന്ത്രം ജപിച്ചല്ലേ. അതാണ് വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയുന്നത് അല്ലേ. തിരുവല്ല വല്ലഭസ്വാമി ഇല്ലേ, ഇപ്പൊ വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയുന്നതാണ്. ഭഗവാന് ആ ദർഭയ്ക്ക് വളരെ മൂർച്ചയുണ്ട്. മാത്രമല്ല ഗ്രഹണ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മോരൊക്കെ ആ ഗ്രഹണത്തിന്റെ അണുക്കളേക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ദർഭപുല്ലിട്ട് വെക്കും അല്ലേ. അശുദ്ധി ബാധിക്കില്ല ദർഭയ്ക്ക്, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പൂജയ്ക്കൊക്കെ നമ്മൾ ദർഭപുല്ലല്ലേ ഇട്ടിരിക്കുക. അതുപോലെ തന്നെ മരിക്കുമ്പോഴും രാമായണത്തില് വളരെ രസകരമായിട്ടുള്ള ഒരു രംഗമുണ്ട്. സുഗ്രീവൻ ശരിക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജാവാണ്.
അതുകൊണ്ട് തന്നെ എല്ലാവരെയും 4 ദിക്കിലേക്ക് അയച്ചപ്പോൾ പറഞ്ഞു, എവിടെയെങ്കിലും സീതയെ കാണുന്നില്ല എങ്കിൽ ആ ഗ്രൂപ്പ് തിരിച്ചിങ്ങോട്ട് പോരണ്ട, അല്ലെങ്കിൽ ഇത് വന്നാൽ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്രൂപ്പ് പോയി സമുദ്രം എത്തി. കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകാനാ? കടക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്തു? രാമായണത്തിൽ പറയുന്നു, അവര് ഫുള്ള് അവിടെ മുഴുവൻ ദർഭ വിരിച്ച് അതില് കയറി കിടന്നു. പ്രായോപവേശം എന്ന് വെച്ചാൽ എന്താ? തങ്ങൾ മരിച്ചു പോയാൽ ദർഭയിലൊന്നും കിടത്താൻ ആരും ഇല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ആദ്യം ദർഭ തന്നെ സ്വയം അങ്ങ് വിരിച്ചിട്ട് ദർഭയ്ക്ക് മുകളിൽ അങ്ങ് കയറി കിടക്കുകയാണ്. അപ്പോൾ ഇത്ര മാത്രം പ്രത്യേകതയുള്ളതാണ് ഈ ദർഭ. അപ്പൊ ഇവിടെ ശ്രീരാമചന്ദ്ര സ്വാമി എന്താണ്? ആ ദർഭ പുല്ലുമായിട്ടാണ് സരയൂ തീരത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ ബ്രഹ്മദേവനോട് പറയുകയാണ്, ഈ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ജനങ്ങളെല്ലാം എന്നോട് അസാമാന്യമായിട്ടുള്ള ഭക്തിയുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഉചിതമായിട്ടുള്ള ലോകങ്ങൾ നൽകണം. അപ്പൊ ബ്രഹ്മദേവൻ പറയുന്നു, അവർക്ക് കൃത്യമായിട്ടുള്ള ലോകങ്ങളെല്ലാം ഞാൻ അലോട്ട് ചെയ്ത് കൊടുത്തോളാം. അങ്ങനെ ശ്രീരാമചന്ദ്ര സ്വാമി സരയൂ നദിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഗോപ്രധാരം എന്ന് പറയുന്നത്. വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ശ്രീരാമചന്ദ്ര സ്വാമി എന്ന് പറയുന്ന ഒരു അവതാരം, ഈ അവതാരത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? സകല ജനങ്ങളും ശ്രീരാമന്റെ കൂടെ പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ്? എപ്പോഴൊക്കെയാണോ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ അകലുന്നത്, അവിടെ നമുക്ക് എന്നും കഷ്ടപ്പാടാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. അത് രാമായണം ശരിക്കെടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും. എവിടെയൊക്കെ ഭഗവാനുമായിട്ട് ചേർച്ചയുണ്ടായോ അവിടെ പരമമായിട്ടുള്ള ശാന്തിയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, വിശ്വസിക്കാൻ പറ്റുന്നത് ഭഗവാനെ മാത്രമാണ്. കാരണം എന്താ? ഭഗവാനിലാണ് ശാന്തിയുള്ളത്. ശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ശാന്തിക്ക് ഏറ്റക്കുറച്ചിലില്ല. ഉണ്ടോ? ദുഃഖത്തിന് ഏറ്റക്കുറച്ചിലില്ലേ? അല്ലേ? ഒരേ കാര്യത്തിനെ എല്ലാവരും ഒരേപോലെയാണോ സമീപിക്കുക? ചിലർ വലിയ വായിൽ നിലവിളിക്കും, അല്ലേ? ചിലർ പിടിച്ചു വെക്കും. സന്തോഷം എല്ലാവരും ഒരുപോലെയാണോ പ്രകടിപ്പിക്കുക? സന്തോഷത്തിനും ഏറ്റക്കുറച്ചിലുണ്ട്. എന്നാലോ ശാന്തിക്ക് ഏറ്റക്കുറച്ചിൽ ഇല്ല. മാത്രമല്ല, നമ്മൾ 3 ശാന്തി പറയും, അല്ലേ? ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. ഈ 3 തലങ്ങളിലും നമുക്ക് ശാന്തി ലഭിക്കണം. ആദിദൈവികം എന്താണ്? നമ്മുടെ കയ്യിലില്ലാത്ത ഭൂതങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, വെള്ളപ്പൊക്കം, അല്ലേ? അതുപോലെ വലിയ വലിയ മഴ, കൊടുങ്കാറ്റ്, തീയ്, ഇതെല്ലാം എന്താണ്? ആദിദൈവികമാണ്. ആദിഭൗതികമോ? അയൽവക്കക്കാരിൽ നിന്നുള്ള ബുദ്ധിമുട്ട്, കൊതുകടി, അല്ലേ? നമ്മുടെ ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്നുള്ള ബുദ്ധിമുട്ട്. ആധ്യാത്മികമോ? നമ്മുടെ ഉള്ളിൽ തന്നെ കാമക്രോധ ലോഭമോഹാദികളുമായിട്ടുള്ള നമ്മുടെ മത്സരം. ഈ 3 സ്ഥലങ്ങളിലും നമുക്ക് ശാന്തി കിട്ടാനാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 പ്രാവശ്യം ശാന്തി ചൊല്ലുന്നത്. എന്നാൽ ശ്രീരാമൻ എങ്ങനെയായിരുന്നു? ഒരു ദിവസം പട്ടാഭിഷേകമാണ്, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷമാണ് എന്ന് പറഞ്ഞു. അടുത്തതോ? അടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? കാട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോഴും വിഷമമില്ല. എന്താണ്? അപ്പോഴും സന്തോഷം തന്നെ, ശാന്തമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ടല്ലേ ഭഗവാന്റെയൊക്കെ ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ ശാന്താകാരം ഭുജകശയനം ശിവം ശാന്തം ജഗന്നാഥം, അല്ലേ? തൃശ്ശൂര് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചെന്നാൽ ഭഗവാന് വെണ്ണ പുരട്ടിയിരിക്കുന്ന കാണാം. മാത്രമല്ല, പുറകിലത്തെ ഭിത്തി വെളുത്തിരിക്കുന്ന കാണാം. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു കുമ്മായ അടിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അത് മുഴുവൻ വെണ്ണയാണ്. ഒരു ഗർഭഗൃഹത്തിന്റെ ചൂട് നമുക്കറിയാം, അല്ലേ? കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലെ ഒരു മുൻ മേൽശാന്തി ഞാനും ഒന്നിച്ച് ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, 70-80 ഡിഗ്രി ചൂടാണ് അതിനുള്ളിൽ. ഡ്രസ്സൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളം എടുക്കാം, അതുപോലെ ചൂടാണ് എന്ന്. ഈ ഗർഭഗൃഹത്തിലെ ചൂടിലും ഈ വെണ്ണ ഉരുകില്ല. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എന്താണ്? ശിവം ശാന്തം ജഗന്നാഥം. ആ ശാന്താകാരമായിട്ടുള്ള മൂർത്തിയാണ് അവിടെ. അപ്പൊ ശാന്തത എന്താണ്? ശാന്തത എവിടെയുണ്ടോ അവരെ നമുക്ക് വിശ്വസിക്കാം. അവര് ചതിക്കില്ല, അവരുമായിട്ട് നമുക്ക് കൂട്ടുകൂടാന്ന് പറയാണ്. ബാക്കിയുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ശ്രീരാമകൃഷ്ണ ദേവൻ പറയുന്നു, ശാന്തിയുള്ളവരുടെ മനസ്സും അല്ലാത്തവരുടെ മനസ്സും എങ്ങനെയാണ്? അല്ലാത്തവരുടെ മനസ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു കുളത്തിലേക്ക് വളരെ വലിയൊരു കല്ലെറിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് കുറേ കിടന്ന് ബഹളം വെക്കും, അല്ലേ?
നമ്മുടെയൊക്കെ മനസ്സിങ്ങനെയാണ്. കല്ലാകുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അതങ്ങ് കലങ്ങി മറിയും. എന്നാൽ വളരെ വലിയ ഒരു പുഴയിലേക്ക് ആന ഇറങ്ങിയാലോ എത്ര ആനയെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവതിനില്ലേ? ഇറങ്ങുമ്പോൾ ഒരു ഇളക്കമുണ്ട്, പിന്നെ അങ്ങ് ശാന്താവും. ഇതുപോലെയാണ് ശാന്തമായിട്ടുള്ളവരുടെ മനസ്സ്. ആ സംഭവം നടക്കുമ്പോൾ അതവിടെ നടന്നു എന്നല്ലാതെ മനസ്സ് ശാന്തമായിരിക്കും. ശ്രീരാമന്റെ ഭാവം എന്ന് പറയുന്നത് ഈ ശാന്തിയാണെന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രീരാമനുമായി കൂട്ടുപിടിക്കണം. ഇനി ഒരു കാര്യം ചിന്തിക്കുക, ഇവിടെ ഇപ്പൊ എത്ര പ്രാവശ്യം ഞാൻ ശ്രീരാമൻ ശ്രീരാമൻ എന്ന് പറഞ്ഞു അല്ലേ? രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ വന്നിരുന്ന് ഇപ്പൊ ഇത്രയും സമയം എത്ര നേരായിട്ടാണ് ഞാൻ ഈ രാമ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താണ്? എന്തിനാണ് നമുക്ക് രാമായണം തന്നിരിക്കുക? രാമായണം എന്ന് തന്നാലും അതിനകത്തും എന്തുണ്ട്? രാമയുണ്ട് അല്ലേ? അപ്പൊ എന്തിനാണ് ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്? അത് ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നാമത്തിന് ചില പ്രത്യേകതയുണ്ട്. ഉദാഹരണത്തിന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ഞാൻ പറയുകയാണ്. കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആരെപ്പറ്റി ചിന്തിക്കും? ആ ഗുരുവായൂരിലുള്ള ആ കോണവും കൊടുത്ത നല്ല ഓടക്കുഴലൊക്കെ വെച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ ചിന്തിക്കും അല്ലേ? അപ്പം നമ്മൾ എന്താണ് നാമത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആരെ ചിന്തിച്ചു? നാമിയെ ചിന്തിച്ചു. ഇനി ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഞാൻ തൊഴാൻ പോയി നിൽക്കുമ്പോൾ ഞാൻ എന്തു പറയും? കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയും. അപ്പം നാമിയെ കാണുമ്പോൾ നമ്മൾ എന്തു പറയും? നാമത്തിനെ പറയും. അപ്പം നാമവും നാമിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഇവിടെ ഇപ്പോൾ എത്ര പ്രാവശ്യം ഇരുന്നാണ് ആ നാമം പറഞ്ഞത്. ഇനി ഈ നാമം നമ്മളെ എങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു? ശാരീരികമായും മാനസികമായും സാമൂഹികപരമായിട്ടും എല്ലാം ഈ നാമം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ആ രാമായണം വായിക്കുന്നതിലൂടെ, ഭാഗവതം വായിക്കുന്നതിലൂടെ ഭഗവാന്റെ നാമം നമ്മൾ ചൊല്ലുന്നുണ്ട് അല്ലേ? അതെങ്ങനെയാ? ഒരു ഉദാഹരണം പറയാം. ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, മറുപടി പറയണേ. ആരോടും പ്രത്യേകമായിട്ടൊന്നും ചോദിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാനാ. ഉച്ച സമയം നല്ല വിശപ്പുമുണ്ട്, ചൂടുമുണ്ട്. അതുകൊണ്ട് അതായത് നമ്മുടെ ശരീരം 12 വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ഥൂല ശരീരം, അതായത് മജ്ജ, അസ്ഥി, മാംസം, രക്തം, വാതം, പിത്തം, കഫം, മലമൂത്രം തുടങ്ങി 12 വസ്തുക്കൾ. സംശയമുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ശരീരം 12 വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് ശരീരം? സ്ഥൂല ശരീരം. നമുക്ക് സൂക്ഷ്മ ശരീരമുണ്ട്. ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തൊട്ട് നോക്കാൻ പറ്റാത്തതാണ്, എവിടെയാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അതിൽ ഒന്നാമത്തേതാണ് മനസ്സ് അല്ലേ? എന്നാലും ആ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് നല്ല വിഷമായിട്ടോ നമ്മൾ പറയും. എന്നാൽ ഈ മനസ്സ് എവിടെയായിരിക്കുന്നതെന്ന് ഓരോരുത്തരോട് ചോദിച്ചാലും മനസ്സ് എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ ഉണ്ടെന്ന് നമുക്കറിയാം. അഹങ്കാരം, ഓ ആ സ്ത്രീയുടെ അഹങ്കാരം കാണണമായിരുന്നു എന്നൊക്കെ പറയും. എന്നാൽ ഈ അഹങ്കാരം എവിടെയായിരിക്കുന്നത് അറിയില്ല. ബുദ്ധി അല്ലേ? നല്ല ബുദ്ധിയാ. ബുദ്ധി എവിടെയായിരിക്കുന്നത്? തലയിലാണ് കാണിക്കാൻ പറ്റുമോ? നമ്മൾ സ്കൂളിൽ ബ്രെയിനിന്റെ ഡ്രോയിങ്സ് ഒക്കെ പഠിക്കുന്നതല്ലേ? സെറിബ്രം, സെറിബെല്ലം അല്ലേ? ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ എവിടെയെങ്കിലും ബുദ്ധി എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തുന്നുണ്ടോ? ഇന്റലിജൻസ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതും കൊണ്ട് ചേർന്നതാണ് നമ്മുടെ ശരീരം, സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചേർന്നതാണ് നമ്മുടെ ശരീരം അല്ലേ? സൂക്ഷ്മ ശരീരത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതൊക്കെ. സ്ഥൂല ശരീരത്തിന് രോഗം വന്നാൽ സൂക്ഷ്മ ശരീരത്തെ ബാധിക്കുമോ? ബാധിക്കോ? സാധാരണ ജനങ്ങൾക്ക് ബാധിക്കോ? സ്ഥൂല ശരീരത്തിന് അസുഖം വന്നാൽ സൂക്ഷ്മ ശരീരത്തെ ബാധിക്കോ? ബാധിക്കില്ലേ? ബാധിക്കില്ലെങ്കിൽ ഈ പ്രഭാഷണത്തിനൊന്നും ആവശ്യമില്ല. നിങ്ങളൊക്കെ ഉയർന്ന ആത്മാക്കളായി കേട്ടോ. പിന്നെ എന്തിനാ പ്രഭാഷണം കേൾക്കണേ അല്ലേ? വളരെ ഇവോൾവ് ആയിട്ടുള്ള സോൾസായി. ശരീരത്തിന് രോഗം വന്നാൽ മനസ്സിനെ ബാധിക്കുമോ? ബാധിക്കില്ലേ? വിഷമം വരില്ലേ രോഗം വന്നാ? നല്ല വേദനയൊക്കെ വരുമ്പോൾ മനസ്സിന് വിഷമം വരില്ലേ? തീർച്ചയായിട്ടും മനസ്സിന് വിഷമം വരില്ലേ? ഞാൻ സാധാരണ ആൾക്കാരുടെ കാര്യമാണ് പറയണത് കേട്ടോ. വളരെ ആ ഒരു ജ്ഞാനാവസ്ഥയിലുള്ളവരുടെ അല്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് വരും? നമുക്ക് മനസ്സിന് വിഷമം വരും. പക്ഷേ സ്ഥൂല ശരീരത്തിന് അസുഖം വരും, രോഗം വരുമ്പോൾ സൂക്ഷ്മ ശരീരത്തിനെ ബാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ചികിത്സിക്കുന്ന എന്തിനെ മാത്രമാണ്? സ്ഥൂല ശരീരത്തിനെ മാത്രമാണ്. അതാണ് പ്രശ്നം. എന്തിനേയും കൂടെ ചികിത്സിക്കണം? സൂക്ഷ്മ ശരീരത്തിനെയും കൂടെ നമ്മൾ ചികിത്സിക്കണം.
ഇനി ചികിത്സിക്കാൻ എങ്ങനെയാണ്? നമ്മുടെ വൈദ്യശാസ്ത്രത്തില് ഇതിന് ഈ സൂക്ഷ്മ ശരീരത്തിനെ ചികിത്സിക്കാനുള്ള ചെറിയ ചില ഉപായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല, നമ്മൾ അഡ്രസ്സ് ചെയ്യാറില്ല എന്ന് ചുരുക്കം. സ്ഥൂല ശരീരത്തിനെ ചികിത്സിക്കണമെങ്കിൽ സ്ഥൂലമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടേ പറ്റൂ. മരുന്ന് സ്ഥൂലമായിട്ടുള്ളതല്ലേ? പക്ഷേ സൂക്ഷ്മമായിട്ടുള്ള വസ്തുവിനെ ചികിത്സിക്കണമെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ളത് കൊണ്ടേ പറ്റൂ. കാരണം ശക്തിയാണ്. സൂക്ഷ്മമായിട്ടുള്ളത് ശക്തിയല്ലേ? മനസ്സെങ്ങനെയാണ്? ചില ദിവസം നല്ല സന്തോഷത്തിലിരിക്കും, ചില ദിവസം ദുഃഖത്തിലായിരിക്കും, അല്ലേ? അപ്പൊ എന്താണ്? മനസ്സിനും ഏറ്റക്കുറച്ചിലുണ്ട്, മനസ്സിനും ശക്തിക്ക് വ്യത്യാസമുണ്ട്. പുരുഷ സൂക്തത്തിൽ പറയുന്നു, ചന്ദ്രമ മനസ്സോ ജാതഃ. ചന്ദ്രനിൽ നിന്നും മനസ്സ് ജനിക്കുന്നു എന്ന് വെച്ചാൽ ചന്ദ്രൻ ഗർഭിണിയായി പ്രസവിച്ച് കുഞ്ഞുണ്ടായി എന്നല്ല. ചന്ദ്രന്റെ സ്വഭാവം നമ്മുടെ മനസ്സിനുണ്ട്. ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങളില്ലേ? കുറേ ദിവസം വളരും, പിന്നെ ഇങ്ങനെയാവും. മനസ്സും ഇങ്ങനെയാണ്. അച്ഛൻ്റെ സ്വഭാവം മകന് കാണുമല്ലോ. നമ്മളുടെ മനസ്സും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്താണ്? മനസ്സിന് ശക്തി കൊടുക്കണം. ഈ മനസ്സിന്, സൂക്ഷ്മ ശരീരത്തിന് ശക്തി കൊടുക്കാൻ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഉപായമാണ് സാധന. നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ സ്ഥൂല ശരീരത്തിന് ആഹാരം കൊടുക്കുന്നുണ്ട്, സൂക്ഷ്മ ശരീരത്തിന് ആഹാരം കൊടുക്കുന്നില്ല. ഇനി സാധനയിൽ തന്നെ പല സാധനയുണ്ട്. വളരെ ദുർഘടമായിട്ടുള്ള സാധനയുണ്ട്, വളരെ സുഗമമായിട്ടുള്ള സാധനയുണ്ട്, അല്ലേ? ഈ സുഗമമായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള സാധനയാണ് നാമജപം. പക്ഷെ ഈ നാമജപം കൊണ്ട് മനസ്സിനെങ്ങനെയാ ശക്തി ഉണ്ടാവുക? ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ മതിയോ? നമുക്ക് എല്ലാത്തിനും പ്രൂഫ് വേണം. അപ്പം ഞാനിവിടെ ചോദിക്കട്ടെ, ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്ന് വളരെ ശക്തിയായിട്ട് നിങ്ങളെ ചീത്ത വിളിക്കുകയാണ്, വിഷമം വരില്ലേ? വിഷമം വരും, അല്ലേ? ഒരു കാരണമില്ലാതെ എന്തിനാ പറയണത് തോന്നും. പക്ഷെ അവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? കുറെ ശബ്ദം ഉണ്ടായി. ശബ്ദവും മനസ്സുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്, അല്ലേ? ഒച്ച വെച്ചപ്പോൾ എന്താണ്? മനസ്സ് വിഷമിച്ചു. ശബ്ദവും മനസ്സുമായിട്ട് ബന്ധമുണ്ട്. നേരെ മറിച്ച് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോഴോ നമ്മുടെ മനസ്സിലെന്താ? നമുക്ക് സന്തോഷമാണല്ലേ? അത് നിരന്തരമായിട്ട് ചൊല്ലുമ്പോൾ നമ്മളുടെ മനസ്സിന് ശക്തി ഉണ്ടാകും, നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകും. അതാണ് സാധനയുടെ പ്രാധാന്യം. എല്ലായ്പ്പോഴും നാമം ജപിക്കണം എന്ന് പറയുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? സ്തവ്യ സ്തവ പ്രിയ സ്തോത്രം സ്തുതി സ്തോത രണപ്രിയ. എൻ്റെ ഭഗവാനെ, എത്ര പ്രാവശ്യമാണ് ഈ സ്തുതിയെ പറ്റി ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ഭാഗവതം മുഴുവൻ സ്തുതിയല്ലേ? കുറേ സ്തുതിയുണ്ട്, ഒരു 32 സ്തുതിയുണ്ട് കുറഞ്ഞത്. കുന്തി സ്തുതിയായിട്ടും, അല്ലേ, ഭീഷ്മസ്തുതിയായിട്ടും, ഇന്ദ്രന്റെ സ്തുതിയായിട്ടും എല്ലാവരുടെയും ഉണ്ട്. ഗജേന്ദ്രന്റെ സ്തുതി, ഉത്തരയുടെ സ്തുതി എന്ന് വേണ്ട സ്തുതികളുണ്ട്. ഇനി അതല്ല, നാമം ജപിക്കുന്നതും ഒക്കെ അല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇത്ര മാത്രം പ്രിയം? സ്തവ്യ സ്തവ പ്രിയ സ്തോത്രം സ്തുതി സ്തോത. അപ്പൊ എത്ര എണ്ണ പറഞ്ഞിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തില്? നമ്മൾ ഈ ഭാഗവതമൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കണം, സ്തുതിക്കണം. 5 നാമങ്ങൾ കൊണ്ട് പറഞ്ഞിരിക്കുക. സ്തവ്യ എന്ന് പറഞ്ഞാൽ എന്താ? സ്തുതിക്കപ്പെടേണ്ടവൻ. ശരിക്കും സ്തുതിക്കപ്പെടേണ്ടവൻ ആര് മാത്ര? ഭഗവാൻ മാത്ര, അല്ലേ? അതുകൊണ്ടാണ് പണ്ട് വലിയ വലിയ ഭക്തന്മാരോടൊക്കെ രാജാവിനെ സ്തുതിക്കാൻ പറയും. അവർ പറയും, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങള് ഭഗവാനെ മാത്രമേ സ്തുതിക്കൂ. സ്തുതിക്കപ്പെടാൻ യോഗ്യൻ ആര് മാത്രമാണ്? ഭഗവാൻ മാത്രമാണ്. ഭഗവാൻ ആരെങ്കിലും സ്തുതിക്കുന്നുണ്ടോ? ഭഗവാൻ ആരെ സ്തുതിക്കുന്നില്ല. അതാണ് സ്തവ്യ. സ്തവപ്രിയ എന്താണ്? ഭഗവാന് തന്നെ സ്തുതിക്കുന്ന വളരെ ഇഷ്ടമാണ്. അപ്പൊ എന്താ? ഭഗവാൻ ഇങ്ങനെ പോയിട്ട് പറഞ്ഞാൽ പൊങ്ങി പൊങ്ങി പോകും, തള്ളല് കേട്ടാ സുഖാണെന്നുള്ളത് കൊണ്ടാണോ? അതുകൊണ്ടല്ല. എന്താണ്? നമ്മൾ ഈ നാമം ജപിക്കുമ്പോൾ ഇത് മന്ത്രമാണ്. നമ്മുടെ ഉള്ളില് ഒരു ശക്തി ഉടലെടുക്കും. അത് ഭഗവാന് സന്തോഷമാണ്. പിന്നെ ഈ സ്തുതിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? സ്തുതി പലതരത്തിലുണ്ട്, അല്ലേ? എല്ലാത്തിലെ സ്തുതികളിൽ നിന്ന് വ്യത്യാസമാണ് ഭാഗവതത്തിലെ സ്തുതി. സാധാരണ സ്തുതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നുകിൽ ഭഗവാന്റെ കേശാദിപാദം വർണ്ണിക്കുക, ഭഗവാന്റെ ലീലകൾ വളരെ ചമൽക്കാരപൂർവ്വം വർണ്ണിക്കുക. ഭാഗവത്തിൽ എങ്ങനെയാണ്? ഭാഗവതത്തിലെ തത്വം മനസ്സിലാക്കാനുള്ള സ്തുതിയുണ്ട്, അല്ലേ? അതുപോലെ വൈരാഗ്യം വന്ന് ഏകാഗ്രബുദ്ധി ഉണ്ടാകാനുള്ള സ്തുതിയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സ്തുതിയുണ്ട്. ഈ സ്തുതിയൊക്കെ ചൊല്ലുമ്പോൾ എന്താണ്? ആ ഭഗവാൻ അറിയാം. നമ്മൾ പറയാണ് ഈ ജഗത്തിന് ആധാരം നീയല്ലേ എന്ന് പറയുമ്പോൾ ഭഗവാൻ വരിക, അവക്കപ്പം യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ടും ഭഗവാന് സന്തോഷമുണ്ടാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്തവപ്രിയ. അടുത്തെന്താണ്? സ്തോത്രം. ഈ സ്തോത്രവും ആര് തന്നെയാണ്? അതും ഭഗവാൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി അതോ? സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ ചൊല്ലുന്ന ഒച്ചയും ശബ്ദവും എല്ലാം. സ്തുതി, നമ്മൾ സ്തുതിക്കുന്നതും എന്താണ്?
അതും ഭഗവാനെ തന്നെയാണ് അല്ലെ. ആ സ്തുതിയും സ്തോത്രവും എല്ലാം ഭഗവാനാണ്. ഇനി അടുത്തതോ സ്തോത, സ്തുതിക്കുന്നവനും ഭഗവാനാണ്. നമ്മളല്ലേ സ്തുതിക്കുന്നത്, നമ്മളും ഭഗവാനാണ്. മനസ്സിലായില്ലേ? ഇനി ആരൊക്കെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത്? നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നില്ലേ, ആർത്തി, അർത്ഥാർത്ഥി, ജ്ഞാനി അല്ലെ, ഇങ്ങനെ കുറേ ആൾക്കാർ 4 തരത്തിലുള്ള ആളുകൾ ഭഗവാനെ സ്തുതിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അർത്ഥാർത്ഥിയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ധനം ലഭിക്കുന്നതിനായിട്ടാണ് അല്ലെ. ഭഗവാൻ പറഞ്ഞു പോട്ടെ, അങ്ങനെയാണെങ്കിൽ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. കാര്യസാധ്യത്തിനാണേലോ അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ, എന്നെ ഭജിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്, ഇതുപോലെയുള്ള സ്തുതികൾക്ക്, ഇതുപോലെയുള്ള ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് എന്താണ്, വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് വ്യാസഭഗവാൻ എന്ത് എഴുതി വെച്ചിരിക്കുന്നത്, കൃത്യമായിട്ട് അതിൽ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഒറ്റ അധ്യായത്തിൽ ആ ശ്രീരാമചരിതം സമാപിപ്പിക്കുന്നു. പിന്നീട് 11-ാം അധ്യായത്തിലാണ് യാഗങ്ങളും യജ്ഞങ്ങളും ഭഗവാൻ ചെയ്തതിൻ്റെ പ്രാധാന്യം പറയുന്നത്. ഒരു 2 മിനിറ്റ് കൊണ്ട് അതുകൂടി പറയാം. ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്ത്? അടുത്ത ആള് വന്നിട്ടുണ്ടോ? 11:30 പ്രഭാഷണം ഉണ്ട്. എത്ര മണി വരെ ഒന്ന് ചോദിക്കൂ. 10 മിനിറ്റിനുള്ളിൽ എത്തും. ഓക്കെ. യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ഭഗവാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അതുകൊണ്ടല്ലേ കാഞ്ചന സീതയൊക്കെ വെച്ചത്. പക്ഷെ നമ്മുടെ വിചാരം എന്താ, ഉള്ള നെയ്യും പട്ടുസാരിയും ഒക്കെ ഇട്ട് വെറുതെ ഈ സാധനങ്ങൾ മുഴുവൻ യാഗകുണ്ടത്തിലേക്ക് ഇട്ട് വേസ്റ്റ് ആക്കുകയാണെന്നല്ലേ നമ്മുടെ തോന്നൽ. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് യജ്ഞം ചെയ്യുന്നത്? യാഗത്തിലേക്ക് ഓരോന്ന് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈശ്വരൻ്റെ പാദത്തിൽ നമ്മളുടെ അഹങ്കാരത്തെ സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അതിന് പ്രതീകാത്മകമായിട്ട് കുറേ വസ്തുക്കളെ നമ്മൾ സമർപ്പിക്കുന്നു. പട്ടുസാരി സമർപ്പിക്കുമ്പോഴോ അതിനോടുള്ള അറ്റാച്ച്മെന്റ് പോകാനാ. പട്ടുസാരിയൊക്കെ കുണ്ടത്തിലോട്ട് ഇടണമെങ്കിൽ കുറച്ച് തൊലിക്കെട്ടി വേണം അല്ലേ നമുക്ക്. അപ്പൊ അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് പോകാൻ. ഇനി പട്ടുസാരി തന്നെ ഇടണമെന്നില്ല, സത്കർമ്മങ്ങൾ ചെയ്താൽ മതി നമ്മൾ. ഇനി യാഗം ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? വളരെ നല്ല പുക ഉണ്ടാകുന്നുണ്ട് അല്ലേ. എത്ര സാത്വികമായിട്ടുള്ള, ത്യാഗരാജസ്വാമി തൻ്റെ കീർത്തനത്തിൽ പറയുന്നുണ്ട്, കരിമ്പും തേങ്ങായും പോലെയുള്ള വളരെ സാത്വികമായിട്ടുള്ളതാണ് നമ്മൾ ഇതിലേക്ക് ഇടുക. അപ്പോൾ വളരെ നല്ല പുകയുണ്ടാവുന്നു. ഈ പുക എന്താ ചെയ്യുക? മുകളിലേക്ക് പോയി മേഘമായിട്ട് മാറി വളരെ പരിശുദ്ധമായിട്ടുള്ള മഴ നമുക്ക് ലഭിക്കുന്നു. ഇന്ന് റെയിൻ വാട്ടർ പോലും ശുദ്ധമല്ല. നമ്മൾ വിചാരിക്കും ഏറ്റവും പ്യുവർ വാട്ടർ ഇസ് റെയിൻ വാട്ടർ. അല്ല, ഈ ഉള്ള വാതകങ്ങൾ മുഴുവൻ കടന്നാണ് വരിക. പണ്ട് അങ്ങനെയല്ല. നിരന്തരമായി യാഗം ചെയ്ത് അന്തരീക്ഷം പരിശുദ്ധമായി നല്ല പരിശുദ്ധമായ ജലം ഭൂമിയിൽ വീണ് ഭൂമിയിൽ നല്ല നല്ല ചെടികൾ ഉണ്ടാകും. അതിൻ്റെ ധാന്യങ്ങൾ നമ്മൾ കഴിക്കും അല്ലേ. അപ്പൊ എന്താണ്? ആഹാരം ശുദ്ധമായിരുന്നു. ഇന്നത്തെ ആഹാരത്തിന്റെ കാര്യം പറയണ്ടല്ലോ. മാത്രമല്ല, ഹോമകുണ്ടത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ ആ പുകയെല്ലാം കൊണ്ട് നമ്മുടെ ശരീരം വിയർക്കും. ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കളെല്ലാം പുറത്തു പോകും, അണുക്കളെല്ലാം പുറത്തു പോകും. മാത്രമല്ല, ഹോമകുണ്ടത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് നല്ല ഏകാഗ്രതയും ലഭിക്കും. അപ്പോൾ യാഗത്തിന് വളരെയധികം പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറയുക. അപ്പോൾ ശ്രീരാമൻ എന്ത് ചെയ്തു? ഈ യാഗം അനുഷ്ഠിച്ച് നമുക്ക് കാണിച്ചു തന്നു. സാധാരണ പറയുന്നു, ഈ വേദങ്ങളിൽ ധർമ്മത്തിനെ ഗോരൂപമായിട്ടാണ് പറയുക. ഗോരൂപം. അതിൽ കൃതയുഗത്തിൽ, സത്യയുഗത്തിൽ, ആദ്യത്തെ യുഗത്തിൽ ആ പശുവിന് 4 കാലും ഉണ്ട്. ത്രേതായുഗം ആയപ്പോൾ എന്ത് ചെയ്തു? 1 കാല് പോയി. പക്ഷേ ശ്രീരാമൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു? ആ ഗോമാതാവിന് 4 കാലും ഉണ്ടായിരുന്നു. കാരണം എന്താണ്? രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മം വിഗ്രഹ രൂപം എടുത്തതാണ് ഭഗവാൻ. അവിടെ ധർമ്മം പൂർണ്ണമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടി യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം അനുഷ്ഠിച്ചു കാണിച്ചു തന്നു നമ്മൾ എങ്ങനെ ജീവിക്കണം, പ്രവർത്തിക്കണം എന്ന്. പക്ഷെ ഏതോ ഒരു കാലഘട്ടം, ശരിക്കു പറഞ്ഞാൽ തൊട്ടു മുമ്പ് ദശരഥ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ പോലും വേദത്തിൽ നിന്നും നമ്മൾ വ്യതിചലിച്ച് യാഗം നടത്തിയിരുന്നു. ശരിക്കു പറഞ്ഞാൽ യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മൃഗീയ വാസനകളെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ്. പക്ഷെ ഈ മൃഗീയ വാസനകളോടൊക്കെ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇതങ്ങ് വിട്ടുകളയാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതിന് പകരം എന്തോ
മൃഗങ്ങളെ ഹോമിക്കാൻ തുടങ്ങി. അല്ലേ? ഈ മൃഗങ്ങളെ ഹോമിച്ചാൽ പിന്നെ ഉണ്ടാകുന്ന പുക എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര അശുദ്ധമായിട്ടുള്ള അന്തരീക്ഷമാണ്. അപ്പോൾ കുറേ കാലഘട്ടം മുന്നിലും ഇങ്ങനെയുള്ള ചില രീതികൾ നിലനിന്നിരുന്നു. പിന്നീട് പറയുന്നത് ശ്രീരാമചന്ദ്രൻ ആ യാഗവും എല്ലാം ചെയ്ത് സീതാദേവി ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യുന്നതായിട്ട് പറയുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത, വാൽമീകി രാമായണത്തിലെ സീതാദേവിയുടെ അഗ്നിപ്രവേശം വ്യാസഭഗവാൻ കൊടുത്തിട്ടില്ല. വ്യാസഭഗവാന്റെ ആ മനസ്സിങ്ങനെ മാറി വരുമല്ലേ. മഹാഭാരതം മുഴുവൻ യുദ്ധമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ ഭക്തി നിറഞ്ഞ ഭഗവാന്റെ ചരിതങ്ങൾ വർണ്ണിക്കുകയാണ്. അപ്പൊ സീതാദേവിയുടെ അഗ്നിപ്രവേശം ആ വേദനാജനകമായിട്ടുള്ള ഒരു രംഗമാണ്. അതുകൊണ്ട് അതങ്ങ് വ്യാസഭഗവാൻ ഒഴിവാക്കി എന്ന് പറയാ. അങ്ങനെ ശ്രീരാമൻ ശരീരം വെടിയുന്നവരെല്ലാം നന്നായിട്ട് രാജ്യം ഭരിച്ചു. യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്ത് ബഹുവർഷം രാജ്യം ഭരിച്ചു എന്നുള്ള രീതിയിൽ ആ 11-ാം അധ്യായം സമാപിപ്പിച്ചു. പിന്നീട് അടുത്തത് കുശവംശ നിരൂപണ. അതിലെന്താ പറയുന്നത്? ശ്രീരാമൻ കഴിഞ്ഞാൽ ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും 2 കുട്ടികൾ വീതമാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു ശത്രുഘ്നൻ എന്ത് ചെയ്തു? മധു എന്ന് പറയുന്ന മധുര, ഇന്നത്തെ മധുര ഇല്ലേ, മധു എന്ന് പറയുന്ന പട്ടണം, അവിടുത്തെ അസുരനെ കൊന്ന് മധുവിൻ്റെ പുത്രനെ കൊന്ന് ആ രാജ്യം പിടിച്ചെടുത്തത് കൊണ്ടാണ് അതിന് ആ പേര് പറയുന്നത്. പൊതുവെ ആ മധു എന്ന് പറയുന്ന പട്ടണം ഭരിച്ചു. അതാണ് പിന്നീട് ഇവിടെ ശ്രീരാമാവതാരമായിട്ടല്ലേ ഉള്ളൂ. പിന്നീട് ശ്രീകൃഷ്ണൻ ലീലയാടാൻ പോകുന്ന മധുര എന്ന് പറയുന്നത് ഈ മധുരയാണ്. ശത്രുഘ്നൻ പിടിച്ചടക്കി ആ ധർമ്മം സംരക്ഷിച്ച മധുരയാണ്. പിന്നീട് പറയുന്നു ശ്രീരാമന് ശേഷം ലവകുശന്മാരിൽ കുശൻ രാജ്യം ഭരിച്ചു. 44 വംശം പരമ്പര രാജ്യം ഭരിച്ചു. 44 വംശത്തിന് ശേഷം ആ പരമ്പര വംശനാശം വന്നുപോയി. ആ സമയത്ത് എന്തായി? പിന്നീട് ബുദ്ധമതത്തിൻ്റെ പ്രഭാവം വന്നു. ബുദ്ധമതക്കാർ എങ്ങനെയുള്ളവരായിരുന്നു? അന്ന് നമ്മുടെ ഭാഗത്ത് തന്നെ പല തെറ്റുകളും ഉണ്ടായി, അല്ലെ? ഹിംസ, മൃഗങ്ങളെയൊക്കെ. അതുകൊണ്ട് തന്നെ അഹിംസയുടെ വാദമായിരുന്നു ശ്രീബുദ്ധൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ അവിടെ അദ്ദേഹം ചെയ്തതിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്ന ഒരു വസ്തുത, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വേദത്തിൻ്റെ അധിഷ്ഠാനത്തിലാണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വേദത്തിനെ തള്ളിപ്പറഞ്ഞു, ശ്രുതി ഭഗവതിയെ തള്ളിക്കളഞ്ഞു, വിഗ്രഹാരാധനയെ എതിർത്തു. അവർ നിരീശ്വരന്മാരായി. സ്വാഭാവികമായും പണ്ട് കാലത്ത് കുറേ ഹിംസ നടന്നതുകൊണ്ട് ജനങ്ങളെല്ലാം ഒരു മാറ്റം ആഗ്രഹിക്കുകയായിരുന്നു. എല്ലാവരും ബുദ്ധമതത്തിലേക്ക് വന്നു. രാജാക്കന്മാരുൾപ്പെടെയുള്ളവർ ബുദ്ധമതസ്ഥരായി. പക്ഷെ അതോടുകൂടി നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം അവഗണിക്കപ്പെട്ടു. കാരണം വിഗ്രഹാരാധന അവർക്ക് താല്പര്യമില്ല. ചില ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. കാരണം അന്ന് കാപാലികരുണ്ടായിരുന്നു. കാപാലികര് ബ്രാഹ്മണരുടെ ശിരസിനെയാണ് പൂജാപുഷ്പങ്ങളായി ഉപയോഗിച്ചതെന്ന് പറയും. ശങ്കരാചാര്യ ചരിതത്തില് ശങ്കരാചാര്യരെ കാപാലികൻ കൊല്ലാൻ വരുന്നതായിട്ട് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ കാപാലികന്മാരുടെ ഭരണവും വളരെയധികം കൂടി. അതോടുകൂടി നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. ആ സമയത്താണ് പിന്നീട് വന്ന വിക്രമാദിത്യൻ 360ഓളം ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു എന്നാണ് പറയുന്നത്, ഉജ്ജയിനിയിലെ വിക്രമാദിത്യ രാജാവ്. പക്ഷെ പിന്നീട് എന്താണ്? പിന്നീടും ഇടക്കാലത്ത് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇന്ന് കാശിയിൽ പോയാൽ നമുക്ക് മീരാബായിയുടെ അഹല്യാബായിയുടെ പ്രതിമ കാണാം. അഹല്യാബായി എന്ന് പറയുന്ന വളരെ ശക്തിയേറിയ റാണി നമ്മുടെ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിച്ചു. ധാരാളം ക്ഷേത്രങ്ങൾ പണിതു. കാശി ക്ഷേത്രമൊക്കെ ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കണം. ആ ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിച്ചു. പിന്നീടാണ് മുഗൾ വംശത്തിൻ്റെ ഭരണം വന്ന് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം തച്ചുടച്ചത്, അല്ലേ? ഗോറികളുടെ ഭരണവും മുഹമ്മദീയരുടെ ഭരണവും എല്ലാം വന്നപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ അയോധ്യയിൽ നശിപ്പിക്കപ്പെട്ടു. വീണ്ടും രാജാക്കന്മാർ വരും, അവരത് പുതുക്കിപ്പണിയും. അടുത്ത മുസ്ലിം ഭരണാധികാരി വരും, അദ്ദേഹം ഇത് നശിപ്പിക്കും. ഇതിങ്ങനെ നിരന്തരമായിട്ട് അയോധ്യ പിടിച്ചടക്കാനുള്ള യുദ്ധം നടന്നു. 76 യുദ്ധം നടന്നു എന്നാണ് പറയുന്നത്. 3 ലക്ഷം ആളുകൾ ഇതിൽ ജീവൻ കൊടുത്തു. ഏറ്റവും അവസാനമായിട്ടാണ് ഇപ്പോൾ കോടതി ഇടപെട്ട് നമുക്ക് ആ ഭൂമി തിരിച്ചു തന്നത്, അല്ലേ? എല്ലാ മതവിഭാഗങ്ങളും ഇവിടെ ആരാധന നടത്തണം. നമ്മുടെ സനാതനധർമ്മം അതല്ലേ. പക്ഷേ ഇത് നമ്മളുടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭൂമിയിൽ ആരാധന നടത്താനുള്ള അവകാശം എന്താണ്?
അത് നമുക്ക് തന്നെ വേണം അല്ലേ. നമുക്ക് ഇന്നും അയോധ്യയിൽ പോയി കണ്ടാൽ ആ ക്ഷേത്രത്തിലെ കാശി ക്ഷേത്രത്തിലൊക്കെ പോയാൽ കാശി ക്ഷേത്രത്തിലെ നന്ദി ഇരിക്കുന്നത് ആ പള്ളിയിലോട്ട് തിരിഞ്ഞിട്ടാണ്. കാരണം മുമ്പ് ക്ഷേത്രത്തിന്റെ സ്ഥാനം അതായിരുന്നു. ഇപ്പോൾ പുതിയ ഒരു നന്ദിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മൾ അയോധ്യയിൽ പോയാലും അറിയാം, ചുറ്റുഭാഗത്തെല്ലാം ഇതുപോലെ പള്ളികളും അതിൻ്റെ സ്ഥലങ്ങളുമാണ്. എന്നാൽ ഒരു പരിധിവരെ ഇന്ന് ആ പള്ളിയിലും ചെറുതായിട്ടൊരു പ്രതിഷ്ഠയും വിഗ്രഹമൊക്കെ ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അയോധ്യയിൽ പോയാലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് സനാതനധർമ്മത്തിൻ്റെ ഒരു ഉയർച്ച നമ്മളിന്ന് കാണുന്നുണ്ട്. സനാതനധർമ്മം ഒരിക്കലും നശിക്കില്ല, എന്നാൽ അതിന് ക്ഷയം ഉണ്ടാകാം, വൃദ്ധി ഉണ്ടാകാം. ഈ സനാതനധർമ്മത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സനാതനധർമ്മത്തിന് ക്ഷയവും വൃദ്ധി ഉണ്ടാക്കുന്ന ആരാണ്? നമ്മളുടെ പ്രവൃത്തിയാണ് അല്ലേ. അപ്പൊ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ആ സനാതനധർമ്മം വളരെയധികം നല്ല രീതിയിൽ പുഷ്പിക്കും. അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുക. എല്ലാ വേദിയിലും പറയുന്ന 1-2 സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് സമർപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, എന്നോടും എല്ലാം പറയാനാണ് അല്ല, എന്താണെന്ന് വെച്ചാൽ നമ്മളോട് പലരും ചോദിക്കും, ഇതൊക്കെ പഠിച്ചിട്ട് ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രയോജനം? ഈ ഗുഹയിലും കാട്ടിലും ഇരുന്ന് എഴുതിയ ആചാര്യന്മാർ എഴുതിയ രാമായണവും മഹാഭാരതവും എന്താണ് പ്രയോജനം എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ ജീവിതം തന്നെ ഒരു ഉദാഹരണമായിട്ടെടുക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നം വരുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും ഫിസിക്സിൻ്റെ ലാബ് എക്സ്പെരിമെൻറ്റോ കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിളോ മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലോ ഫോർമുലയോ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടോ? നമ്മളുടെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജോലി കിട്ടാനുള്ള വിദ്യാഭ്യാസമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മളുടെ അച്ഛനമ്മമാരുടെ വാക്കുകൾ, ഗുരുക്കന്മാരുടെ വാക്കുകൾ, ഇതുപോലെയുള്ള ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇവ പഠിക്കുമ്പോൾ ജീവിതത്തിലെ പ്രശ്നത്തിനെ എങ്ങനെ നേരിടാം, പരീക്ഷത്തിനെ പഠിക്കുമ്പോൾ മരണത്തെ എങ്ങനെ നേരിടാം, ഭരതൻ എങ്ങനെ ഏറ്റവും നല്ലൊരു സഹോദരനായി ഒരു കുടുംബത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കണം, എത്ര അമ്മമാരുണ്ടെങ്കിൽ അവരോട് എങ്ങനെ പെരുമാറണം, ഒരു മരുമകൾ എങ്ങനെയായിരിക്കണം, ഇതെല്ലാ പാഠങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് കുറേ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തോന്നലാണ് അച്ഛനും അമ്മയ്ക്കും വിവരമില്ല, 10ാം ക്ലാസ്സും ഗുസ്തിയാണ്. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ 10-20 ഓണം കൂടുതലുണ്ട് അമ്മയ്ക്ക് പരിഹാരം പറഞ്ഞു തരാൻ, അച്ഛനെ പരിഹാരം പറഞ്ഞു തരാൻ അറിയൂ എന്നുള്ളത്. അതുകൊണ്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈയിടെ പത്രത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു വാർത്ത വായിച്ചു കാണും. MBBS കഴിഞ്ഞ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അല്ലേ. ആ പെൺകുട്ടി ഒരു ആൺകുട്ടിയുമായി പ്രേമത്തിലായിരുന്നു. പൊതുവേ മുസ്ലിം ഒരു പെൺകുട്ടിയാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ പൊതുവേ ആത്മഹത്യ വളരെ കുറവാണ്. 97% ആത്മഹത്യ ഹിന്ദുക്കളാണ്, 2% ക്രിസ്ത്യാനികൾ, 1% മുസ്ലിങ്ങൾ. ഇവിടെ മതമൊന്നും പറയുന്നതല്ല, പക്ഷെ അറിയണം എന്തുകൊണ്ടാണ്. അവരെ കണ്ട് നമ്മൾ പഠിക്കണം. അവർക്ക് ഈശ്വരിലുള്ള വിശ്വാസം കൊണ്ട് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഭഗവാന് ആനയുടെ തലയല്ലേ, എല്ലാം അവജ്ഞയാണ്. അപ്പം MBBS കഴിഞ്ഞൊരു കുട്ടി, MBBS കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ? അതും ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടി MBBS കഴിഞ്ഞ് MDക്ക് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്താൽ ആ കുട്ടിക്ക് കിട്ടിയ വിദ്യാഭ്യാസം എന്തായിരുന്നു? സ്റ്റഡി ഫോർ ലൈഫ് കിട്ടി. സ്റ്റഡി ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള വിദ്യാഭ്യാസം. നമുക്ക് പൈസ വേണ്ടേ, കഞ്ഞി കുടിച്ച് കിടക്കണ്ടേ? സ്റ്റഡി ഓഫ് ലൈഫ് കിട്ടിയില്ല. ജീവിതത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ സിലബസിലില്ല. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ആദ്യം ചെയ്തത് നമ്മുടെ സിലബസ് മാറ്റുക എന്നുള്ളതായിരുന്നു. നമ്മുടെ സിലബസ് തൊഴിൽ സമ്പ്രദായം വൊക്കേഷണലായിരുന്നു. നമുക്ക് എങ്ങനെയൊക്കെ ആണെങ്കിലും മാനസികമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ നേരിടാനും ഏത് തരത്തിലുള്ള തൊഴിൽ ചെയ്യാനും. കൊറോണ വന്നപ്പോൾ എല്ലാവരുടെയും ജോലി പോയി, വേറൊരു ജോലി ചെയ്യാൻ അറിയില്ല. സ്വന്തമായിട്ട് തുണി തയ്ക്കാനും കൃഷി ചെയ്യാനുമുള്ള രീതിയിൽ ഒരു വൊക്കേഷണലായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി, ഗുരുകുല വിദ്യാഭ്യാസ പദ്ധതി നമുക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇതിവിടെ ഉണ്ടെങ്കിൽ നമ്മളെ കീഴടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജോലിക്കാരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി തന്നു. പക്ഷേ നമ്മളുടെ വിചാരമോ, സ്കൂളിലേക്ക് വിട്ടാൽ എല്ലായി, നമ്മുടെ കുട്ടിക്കെല്ലാം കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ മതപാഠശാലയിലേക്ക് വിടുന്നതിന് നമുക്ക് താല്പര്യമില്ല. നമ്മുടെ കുട്ടികൾ തെറ്റായ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ചിദാനന്ദപുരി സ്വാമിജികളെ പോലുള്ളവർ പറയുന്നു, ഒരിക്കലും കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല.
കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടത് കൊടുത്തോ? നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ മാറിപ്പോയത്, യാതൊരു സംശയവും. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്, അമൃതാനന്ദമയി അമ്മ പറഞ്ഞതാ. ഒരു കുട്ടിക്ക് ആദ്യം പല്ല് വരുമ്പോൾ കുറേ പല്ലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ കഴുത്തൊക്കെ കൊങ്ങയ്ക്കൊക്കെ പിടിച്ചിട്ടാണ് അതിനെ തേപ്പിക്കുക. ആദ്യമായിട്ട് LKG പോകുമ്പോൾ എത്ര കരഞ്ഞാലും നമ്മൾ സ്കൂളിൽ വിടും. എന്തുകൊണ്ടാ? സ്കൂളിൽ വിടുന്നത് കുഞ്ഞിൻ്റെ നല്ലതിനാണെന്നും പല്ല് തേപ്പിക്കുന്നത് കുഞ്ഞിൻ്റെ നല്ലതിനാണെന്നും നമുക്കറിയാം. ബാലവിഹാറിലും ബാലഗോകുലത്തിലും ബാലവികാസിലും കുട്ടികൾ എന്താ വരാത്തതെന്ന് മാഷ് ചോദിക്കുമ്പോൾ അമ്മ പറയും, അവനൊരു ഇൻട്രസ്റ്റ് ഇല്ല. അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വലിച്ചു പിടിച്ചു കൊണ്ടിരുത്തും, അല്ലേ? സത്സംഗത്തിന് മുന്നിൽ കൊണ്ടിരുത്തണം. മുഴുവനൊന്നും ശ്രദ്ധിക്കില്ല. ഇപ്പൊ ദേ ആ കുഞ്ഞിരിക്കുന്നുണ്ട്, എന്താണേലും എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ മനസ്സിലാവും. ഒരു പ്രഭാഷണത്തിന് കൊണ്ടിരുത്തിയാൽ ഏതെങ്കിലും ഒരു പോയിന്റ് മനസ്സിലാകാത്ത ഒന്ന് കാണുമോ? കാണില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? കുട്ടികൾക്ക് ഈ പ്രായത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവില്ല, അവരുടെ നല്ലതിനാണ്. മെട്രോമാൻ ശ്രീധരൻ സാറ് പറയും, ഞാൻ ഈയിടെ ശ്രീധരൻ സാറ് ക്ഷണിച്ചത് പ്രകാരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ പത്മശ്രീയും വിഭൂഷണവും ഒക്കെ കാണാൻ സാധിച്ചു. അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിൽ പോയാൽ നമുക്ക് രാമേശ്വരത്ത് കാണാൻ സാധിക്കും, പക്ഷെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലോ. ഇപ്പോൾ ഉടമ തന്നെ നമ്മളെ ഇതൊക്കെ എടുത്ത് കാണിച്ചു. അപ്പോൾ സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിഗരറ്റ് വലിച്ചു. അമ്മ കണ്ടിട്ട് നല്ല അടി കൊടുത്തു. അപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടൻ വലിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വലിച്ചത്. അമ്മ എന്തു പറഞ്ഞു? വലിച്ചു പിടിച്ചുകൊണ്ട് ചേട്ടൻ്റെ അടുക്കൽ കൊണ്ടുപോയി ചേട്ടനിട്ടും കൊടുത്തു. അപ്പൊ സാർ പറയാണ്, അന്ന് ആ അമ്മയുടെ അടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയിൻ സ്മോക്കർ ആയിന്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല അമ്മ എൻ്റെ നല്ലതിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളായിട്ടുള്ള നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളെ വഴക്ക് പറയുന്ന ആരൊക്കെയാണ്? അച്ഛനും അമ്മയും, മുത്തശ്ശൻ മുത്തശ്ശി, ചേട്ടൻ ചേച്ചി. നാട്ടുകാരോ ബന്ധുക്കളോ കൂട്ടുകാരോ വഴക്ക് പറയുന്നില്ല. അതിന് കാരണം നിങ്ങൾ ഏത് വഴിക്ക് പോയാൽ അവർക്കൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വഴിക്ക് പോയാൽ ചങ്ക് പിടയ്ക്കുന്നത് അച്ഛനും അമ്മയ്ക്കുമാണ്. നിങ്ങളുടെ സുരക്ഷിത ലോകം എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ എന്ത് വേണം? അവരാണ് നിങ്ങളുടെ സുരക്ഷിത ലോകം എന്ന് മനസ്സിലാക്കി അവർ പറയുന്നത് അനുസരിക്കുക. അവർ നിങ്ങളെ ഇതുപോലെയുള്ള സത്സംഗത്തിന് കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടാണ്, യാതൊരു സംശയവും വേണ്ട. ഇപ്പം ഞാൻ തന്നെ ഒരു ഉദാഹരണമാണ്. നിങ്ങളിവിടെ എന്നെ ക്ഷണിച്ചു വരുത്തി കുറേ ആളുകൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഏറ്റുമാനൂർ അമ്പലത്തിൽ സ്ഥിരമായിട്ട് മതപാഠശാലയിൽ എൻ്റെ അച്ഛൻ വിടുമായിരുന്നു. പിന്നെ എനിക്കും സ്വാഭാവികമായിട്ട് അതിനോടൊരു താല്പര്യമുണ്ടായിരുന്നു. വളരെ ചെറുപ്പം തൊട്ടേ മതപാഠശാലയിൽ പിന്നെ പഠിച്ചു ശിഷ്യം മൂത്ത് ഗുരു ആവുമല്ലോ. പിന്നെ നമ്മൾ കുറേശ്ശെ മതപാഠശാലയിൽ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അവിടെ നിന്നും ആർജിച്ചതാണ് അടിസ്ഥാനം. പിന്നെ എന്താണ്? ആ അടിസ്ഥാനത്തിലൂടെ നമ്മൾ കയറും. പിന്നെ സ്വയം നമുക്കൊരു താല്പര്യം തോന്നും, നമ്മൾ പഠിക്കും. ഈ അടിസ്ഥാനമില്ലാത്തപ്പോഴാണ് കണ്ടം ചാടുന്നത്, അല്ലേ? അടിസ്ഥാനമുണ്ടെങ്കിൽ എത്ര പ്രശസ്തിയിലും ഉയർച്ചയിലും പോയാലും കാലിടറുകയില്ല. അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ ലിഫ്റ്റിൽ മുകളിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ലിഫ്റ്റിൽ മുകളിലേക്ക് പോകുമ്പോൾ അടിസ്ഥാനവും നമ്മുടെ കൂടെ ഉയരുകയല്ലേ. അതുകൊണ്ട് തന്നെ ലിഫ്റ്റിനുള്ളിൽ വീണാൽ വലുത് സംഭവിക്കില്ല. നേരെ മറിച്ച് ഈ വലിയ ഡൈവിംഗ് ഒക്കെ ഇല്ലേ, വള്ളിയിലൊക്കെ ചാടുന്ന, അതിൽ നമ്മുടെ കാല് എവിടെയെങ്കിലും ഉറച്ചിട്ടുണ്ടോ? അടിസ്ഥാനം ഇല്ല. വള്ളിന്ന് പൊട്ടിപ്പോയാൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, അല്ലേ? അടിസ്ഥാനം എപ്പോഴും ഉറച്ചതാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ എത്ര ദൂരെ വിടാനോ എത്ര ഉയരത്തിൽ പോകാനോ വിഷമിക്കണ്ട. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് അടിസ്ഥാനമില്ലാത്തതുകൊണ്ട്, ഞാനൊരു കോളേജ് അധ്യാപികയായിട്ട് പറയാണ്, കുട്ടികളെ വിദേശത്തേക്ക് വിടാൻ മാതാപിതാക്കൾക്ക് പേടിയാണ്. ശ്രീകൃഷ്ണൻ ജനിച്ചത് ഉത്തർപ്രദേശിലാണ്, പഠിക്കാൻ പോയത് മധ്യപ്രദേശിൽ. ശങ്കരാചാര്യ ജനിച്ചത് കേരളത്തിൽ, പഠിക്കാൻ പോയത് മധ്യപ്രദേശിൽ. അവിടെ പോയിട്ട് അവരുടെ സ്വഭാവം കൂടുതൽ നന്നായതല്ലാതെ ഒരിക്കലും മോശമായില്ല. പക്ഷെ നമുക്ക് വിടാൻ പേടിയാണ്. നേരെ മറിച്ച് ഗാന്ധിജിയെയോ, ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുമ്പോൾ അമ്മ 3-4 സത്യം ചെയ്യിച്ചു, അല്ലേ? ഈ രാമായണവും മഹാഭാരതവും പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ തട്ടിച്ചു നോക്കണം, അല്ലാതെ കാര്യമില്ല. 3-4 സത്യം ചെയ്യിച്ചു. 1 മദ്യപിക്കരുത്, മാംസം കഴിക്കരുത്, സ്ത്രീകളുമായിട്ട് കൂട്ടുകൂടരുത്, മോശമായിട്ട് പുകവലിക്കരുത്. അവിടെ ചെന്ന് കൂട്ടുകാരൊക്കെ വരാൻ തുടങ്ങി. ഒരു ദിവസം അവർ മദ്യപിക്കാൻ ക്ഷണിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല ഞാൻ കഴിക്കില്ല. അപ്പൊ അവർക്ക് അതിശയായി, മദ്യം കഴിക്കാത്ത ഒരാളോ? അപ്പൊ അതെന്താ കഴിക്കാത്തത്? അല്ല, ഞാൻ പോരുമ്പോ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. അപ്പൊ അവര് ചോദിച്ചാൽ, അതിന് അമ്മ ഇവിടെ ഇല്ലല്ലോ, അമ്മ അറിയുന്നില്ലല്ലോ. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, അല്ല, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുകയാണെന്ന് എനിക്കറിയാമല്ലോ, അല്ലേ? എനിക്കറിയാമല്ലോ. ഇത് തന്നെയാണ് ഭരതനും കാണിച്ചത്. രാമായണം പറയുന്നു ഏറ്റവും നല്ല സഹോദരൻ ഭരതനാണ്.
അല്ലേ? രാമായണത്തിലെ ഈ ആശയം കലിയുഗത്തിന്റെ അവസാന ദിവസവും അടുത്ത ചതുർയുഗം വന്നാലും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ നമ്മുടെ പുസ്തകങ്ങളോ, ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിച്ച കെമിസ്ട്രി ഒന്നും ഞാൻ നോക്കുന്നില്ല, ഔട്ട്ഡേറ്റഡ് ആയി. രാമായണം ഇന്നും പ്രാവർത്തികമാണ്. അതിന് കാരണം ഭരതൻ ഏറ്റവും നല്ല സഹോദരനാണ് എന്ന് പറയാൻ. ഭരതന്റെ കൂടെ ശ്രീരാമൻ എപ്പോഴും ഇല്ല, ഉണ്ടോ? എന്നിട്ടും ഭരതൻ ശ്രീരാമൻ പറയുന്നത് ഓർത്തു വെച്ച് അനുസരിച്ചു. അതത്ര എളുപ്പമാണോ? അമ്മയും അച്ഛനും കൂടെ ഉള്ളപ്പോൾ കുട്ടികൾ പറയുന്നതൊക്കെ കേൾക്കും. അമ്മ കൂടെ ഇല്ലാത്തപ്പോഴും ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും വിദേശ രാജ്യത്ത് പോകുമ്പോഴും അച്ഛനും അമ്മയും പറയുന്ന ഓർത്തു വെച്ച് അനുസരിച്ചാൽ മാത്രമേ ആ കുട്ടിയെ ഒരു നല്ല കുട്ടി എന്ന് പറയാൻ സാധിക്കൂ. അതിന് ഭരതൻ ഒരു ഉദാഹരണമാണ്. അപ്പൊ രാമായണം നമുക്ക് തരുന്നില്ലേ? ഇത് കലിയുഗത്തിന്റെ അവസാനം വരെ ആപ്ലിക്കബിൾ അല്ലേ? ഈ രാമായണം ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭരതന്റെ ക്വാളിറ്റി ആർക്കുണ്ടായിരുന്നു? ഗാന്ധിജിക്കുണ്ടായിരുന്നു. അമ്മ പറയുന്നത് ഓർത്തു വെച്ച് അനുസരിക്കുക. അതുകൊണ്ട് രാമായണം അല്ലെങ്കിൽ നമ്മുടെ ഋഷിമാര് അപ്രസക്തമായിട്ടുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് എല്ലാ കാലവും നമുക്ക് പ്രയോജനകരമാണ്. പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. അതുകൊണ്ടാണ് ഇത് സനാതനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവസാന ശ്വാസം വരെ ആ സനാതന ധർമ്മത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ അയ്യപ്പസ്വാമിയും ശ്രീരാമചന്ദ്രനും ആ വേദവ്യാസ മഹർഷിയും ഭഗവാൻ കൃഷ്ണനുമെല്ലാം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച, ഈ പ്രതികൂല കാലാവസ്ഥയിലും ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുന്നു. ഈ ഒരു പ്രഭാഷണത്തിനായി അവസരം തന്ന എല്ലാ ഭാരവാഹികളോടും ഒരേപോലെ നന്ദി പറയുന്നു. നമസ്തേ.